അക്കാഡമിയുടെ വൺ ഷോട്ട് വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ തന്നെ ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററായ മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിസസ് ആണ്. നിങ്ങൾക്കറിയാം വളരെ സിമ്പിളാണ് മെട്രിസസും, അതുമാത്രമല്ല നാലാമത്തെ ചാപ്റ്ററായ ഡിറ്റർമിനൻസും. രണ്ടുപേരും അളിയന്മാരാണല്ലേ, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നിലേക്കുള്ള പാതയാവും എന്നാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ചാപ്റ്റേഴ്സ് വളരെ എളുപ്പമാണ്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഓണപരീക്ഷയിലേക്ക് വരുമ്പോൾ നല്ല വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 13-14 മാർക്കിനൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻ എക്സാമിലേക്ക് വരികയാണെങ്കിലും ഒരു 3-4 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും എന്താണ്, മെട്രിക്സ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഡിറ്റർമിനൻസിലേക്കുള്ള വഴി തുറന്ന് കിട്ടുന്നത്. ഡിറ്റർമിനൻസിലും ഒരുപാട് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നല്ല വൃത്തിയിൽ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങൾക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വരുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര വലിയ കൺസെപ്റ്റ്സ് ഒന്നും പഠിച്ചു വെക്കാനൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്ന കൺസെപ്റ്റുകളാണ്. കുറച്ച് പ്രോബ്ലംസ് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാം. റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നോക്കാം ആദ്യം കേട്ടോ. എന്താണ് മെട്രിക്സ് അതറിയണം അല്ലേ? എന്താണ് മെട്രിക്സ് എന്ന് നമ്മൾ പഠിക്കും. എന്തൊക്കെ തരം മെട്രിക്സുകളാണ് ഉള്ളത് എന്ന് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞു വെക്കും. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസും ഓപ്പറേഷൻസുമാണ് പഠിക്കുന്നത്. എന്താണ് ഓപ്പറേഷൻ? നമ്മളിപ്പോൾ ഒരു നമ്പർ സിസ്റ്റം പഠിച്ചു. ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ പഠിക്കും, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കും അല്ലേ? അതുപോലെ തന്നെ മെട്രിക്സ് എന്താണെന്ന് പഠിക്കുന്നു. മെട്രിക്സിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ്, കുറച്ച് സ്പെഷ്യൽ ആണ് ആള്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ചെയ്യാനൊക്കെ. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. എന്നാലും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വളരെ വിശദമായി തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മളത് പഠിച്ചെടുക്കും. റെഡി ആണല്ലോ? യെസ്. അപ്പം ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് എ മെട്രിക്സ്? അപ്പം നിങ്ങൾ ഇത്രയും കാലം പഠിക്കാതെ ഒരു +2 എത്തിയപ്പോൾ നിങ്ങൾ ഈ മെട്രിക്സിനെ പറ്റി പഠിക്കണമെങ്കിൽ ഇതിനെന്തോ വലിയ കാര്യമായിട്ടൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഒരു റിയൽ ലൈഫിൽ ഉണ്ടായിരിക്കും അല്ലേ? യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫോൺ സ്ക്രീൻ മുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്സാപ്പിലെ എൻഡ് ടു എൻക്രിപ്ഷൻ നിങ്ങൾ കാണാറില്ലേ, പ്രൈവസി എന്നൊക്കെ പറഞ്ഞ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, ഇതിലൊക്കെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസ് വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ മെട്രിക്സ് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങളിതിനെ പറ്റി നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ബേസിക് ആയിട്ട് എന്താണ് മെട്രിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ പറയാം. ഞാനും നിങ്ങളും കൂടെ ഒരു ചായക്കടയിൽ പോയതായിട്ട് ആലോചിക്കാം. ഓക്കെ, ഒരു സാധാരണ ഒരു ചായക്കട കേട്ടോ, ഒന്ന് ചായ കുടിക്കാൻ പോയതാണേ. അപ്പോൾ അവിടെ നമ്മൾ ചില്ലൂട്ടി നോക്കുമ്പം 2 കടികളേ ഉള്ളൂ എന്ന്, 2 വേണ്ട, ഒരു 3 കടി കൂട്ടിക്കും. ഓക്കെ, ഞാനവിടെ കണ്ട കടികളിൽ ഒരു ഉള്ളിവട ഉണ്ടായിരുന്നു, ഒരു പരിപ്പ് വട ഉണ്ടായിരുന്നു, പിന്നെ എന്താ വേണ്ടേ, ഒരു ചായ എടുക്കുക അല്ലേ? ഓക്കെ, ഒരു ചായ ഉണ്ടായിരുന്നു. അപ്പം ഞാനുണ്ട്, ഞാൻ A ആയിട്ട് എടുക്കുകയാണ്, നിങ്ങളെ ഞാൻ B ആയിട്ട് എടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു അവിടെയുള്ള ചേട്ടനോട്, ചേട്ടാ എനിക്ക് 2 ഉഴുന്നുവടയും 1 പരിപ്പ് വടയും 1 ചായയും വേണം. എന്തൊക്കെയാണ് പറഞ്ഞേ? 2 ഉഴുന്നുവട, 1 പരിപ്പ് വട, 1 ചായ. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾക്കുള്ള ഞാൻ തന്നെ പറയാം. നിങ്ങൾ ഓരോ ഉഴുന്നുവടയും ഒരു 3 പരിപ്പ് വടയും 1 ചായയും കഴിക്കുക. ഓക്കെ ആണോ? ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തേ? ഇതിന് ഞാൻ ആ ചേട്ടൻ ബില്ല് എഴുതുന്നത് പോലെ ടേബിളാക്കി മാറ്റി. ഇതിനിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കോളമൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ടേബിളായിട്ട് മാറിയില്ലേ അല്ലേ? അപ്പം ഞാൻ അവിടെ ചെന്ന ചേട്ടാ 2 പഴംപൊരി അല്ലെങ്കിൽ ഉഴുന്നുവട പരിപ്പ് വട എന്നൊക്കെ നമ്മൾ സെൻറ്റൻസ് ആക്കി പറയുന്നതിന് പകരം ഇങ്ങനെ ടേബിൾ ആക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ലാസ്റ്റ് പൈസ കൊടുക്കാൻ നേരം ചേട്ടനും എളുപ്പമുണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. ശരിയല്ലേ? അപ്പോൾ ഡാറ്റേനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളെ നമ്മളിങ്ങനെ പട്ടിക ടേബിളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് മെട്രിക്സ്. നമ്മളിങ്ങനെ വരയും കുറിയൊന്നും വരയ്ക്കാതെ ഇങ്ങനെ 2 സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതേ ഇൻഫർമേഷൻസ് എടുത്ത് എഴുതിയെന്ന് വിചാരിക്കുക. 2 1 1 1 3 1. ഇതെന്താണ്? ഇതാണ് മെട്രിക്സ്. അപ്പം നമുക്ക് എന്ത് പറയാം? നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫങ്ഷൻസിനെയൊക്കെ ഒരു റെക്റ്റാങ്കുലർ അറേ എന്ന് പറഞ്ഞാൽ അടുക്കി വെക്കുക എന്നുള്ളതാണ്. ഇതൊരു റെക്റ്റാങ്കിൾ ഫോം അല്ലേ, ചതുരം ഫോം അല്ലേ? അപ്പം ഒരു റെക്റ്റാങ്കുലർ അറേ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡാറ്റയിലേക്ക് അടുക്കി വെക്കുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ആ ചേട്ടന് ബില്ലടിക്കാൻ പാകത്തിനാണ് നമ്മൾ ടേബിൾ ഫോമിൽ എഴുതിയതെന്നല്ലേ? അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെട്രിക്സുകളായിട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ എന്താണ് മെട്രിക്സ്. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസിനെ ഒരു ടേബിൾ പരുവത്തിൽ അല്ലെങ്കിൽ റോസും കോളംസുമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചത് കൊണ്ട് ഇവിടെ റോയും കോളവും ഒക്കെ എനിക്ക് മനസ്സിലായി.
ഈ റോയും കോളവും എപ്പോഴും എല്ലാവർക്കും മാറിപ്പോകുന്ന ഒരു സാധനമാണ്. ഒരു പ്രശ്നമുണ്ടല്ലേ, ഏതാണ് റോ ഏതാണ് കോളം. നമ്മളിങ്ങനെ ഹൊറിസോണ്ടലി എടുക്കുന്ന ഇദ്ദേഹത്തിനെയാണ് നമ്മൾ റോ എന്ന് വിളിക്കുന്നത്, ശരിയല്ലേ? ഇങ്ങനെ കുത്തനെ എടുക്കുന്ന ഇവരെയാണ് നമ്മൾ കോളം എന്ന് വിളിക്കുന്നത്. ഇവർ രണ്ടുപേരും മാറിപ്പോവരുത്. ഇപ്പം തന്നെ അത് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കാം. ഏതെങ്കിലും ഒരെണ്ണം വൃത്തിയിൽ പഠിച്ചു വെക്കുക. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക അല്ലേ? ഇപ്പോൾ റോ അല്ലെങ്കിൽ കോളം എന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിലുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലി നമ്മൾ എടുക്കുന്നതിനെ റോ എന്നും വേർട്ടിക്കലി നമ്മൾ എടുക്കുന്നതിനെ കോളം എന്നും പഠിച്ചു വെക്കാം. റെഡി ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എത്ര റോസ് പറയാം? എനിക്ക് ഇങ്ങനെ എത്ര ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാം? 3 ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാം, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു മെട്രിക്സിൽ 3 ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 റോസ് ഉണ്ട് എന്ന് പറയാം. 3 റോസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, എത്രയുള്ള വെർട്ടിക്കൽ ലൈൻസ് അല്ലെങ്കിൽ കുത്തനെയുള്ള എത്ര വരെ വരയ്ക്കാം? 2 എണ്ണമല്ലേ? അപ്പോൾ നമുക്ക് പറയാം 2 കോളംസ് ആണ് ഈ മെട്രിക്സിന് ഉള്ളത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മെട്രിക്സിനെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ടത്. അതിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, മെട്രിക്സ് ഈസ് എൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ഞാൻ തൊട്ട് മുന്നേ നമ്പർ ആണ് എഴുതിയത്, പക്ഷെ അത് മാത്രമല്ല, അതിലെന്തും വരാം, ഫങ്ഷൻസും വരാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, കോസ് ആൽഫ, സൈൻ ആൽഫ 0, കോസ് ആൽഫ x² വരാം, x³ വരാം, ലോഗ് x വരാം, എന്ത് വേണമെങ്കിലും വരാം. നമ്പേഴ്സ് വരാം, കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, കോംപ്ലക്സ് നമ്പേഴ്സ് വേണമെങ്കിലും വരാം. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, റോ എന്താണെന്ന് അറിയാലോ, ഹൊറിസോണ്ടൽ ലൈൻസ്. കോളം എന്താണെന്ന് അറിയാലോ, വെർട്ടിക്കൽ ലൈൻസ്. ഇനി ഇതിനകത്തുള്ള ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്നത്, മെട്രിക്സിനുള്ളിലുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്നത് എലമെൻറ്റ്സ് എന്നാണ്. എലമെൻറ്റ്സ് ഓഫ് ദ മെട്രിക്സ്. മനസ്സിലായല്ലോ മക്കളെ? ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് മെട്രിക്സിനെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു മെട്രിക്സിന് എന്തൊക്കെയുണ്ട്, റോ ഉണ്ട്, കോളം ഉണ്ട്. അത് മാത്രമല്ല, ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി കാർഡൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് റോൾ നമ്പർ ഉണ്ടാവും ക്ലാസ്സിൽ. ഇതൊക്കെ എന്താണ്, നിങ്ങൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നമ്പർ തന്നെയായിരിക്കും റോൾ നമ്പർ അല്ലേ? ID കാർഡിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും, അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. അതുപോലെയാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് മെട്രിക്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് മക്കളെ. അതായത് ഇപ്പോൾ നോക്ക്, ഞാനൊരു മെട്രിക്സ് എഴുതുവാണ്, 1 2 3 4 ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, 1 0 0 എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് എഴുതി. ഈ 2 മെട്രിക്സും സെയിം ആണോ? സെയിം ആണോ? നിങ്ങൾക്ക് കാണുമ്പോൾ അത് സെയിം ആണെന്ന് പറയും, പ്രത്യേകിച്ച് അതിനകത്ത് കാരണങ്ങളൊന്നുമില്ല അല്ലേ? ഇതിലൊരു 1 2 3 4 ഉണ്ട്, ഇത് 1 0 0 ഉണ്ട്, ഇതൊരു സ്ക്വയർ ആയിട്ട് കാണുന്നുണ്ട്, ഇതിങ്ങനെ നീണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സെയിം അല്ല, സെയിം അല്ല. അപ്പോൾ നമ്മൾ ഇവർക്ക് എന്താണ് ഇവരുടെ വ്യത്യാസം എന്നുള്ളത് നോക്കൂ. ഇവിടെ നമുക്ക് 2 റോസ് ആണുള്ളത്, ഇവിടെ 2 കോളംസ് ആണുള്ളത്. ഇവിടെ എത്ര റോയും കോളവും ഉണ്ട്? ഇവിടെ നമുക്ക് ഇങ്ങനെ ഹൊറിസോണ്ടലി വരയ്ക്കാൻ പറ്റുന്നത് 3 വരകളാണ്. അപ്പോൾ 3 റോസ് ഉണ്ട്. ഒറ്റ കുത്തനെയുള്ള വരയെ വരയ്ക്കാൻ പറ്റുള്ളൂ, ഒരൊറ്റ കോളമേ ഉള്ളൂ അല്ലേ? അത് തന്നെ അവർ തമ്മിലുള്ള വ്യത്യാസമായി. അതായത് ഈ 2 മെട്രിക്സസിൽ എന്തുണ്ട്? നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും വേറെ വേറെയാണ് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ നമ്പർ ഓഫ് റോസിൻ്റെയും നമ്പർ ഓഫ് കോളംസിൻ്റെയും റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസിൻ്റെയും നമ്പർ ഓഫ് കോളംസിൻ്റെയും റെപ്രസെൻറ്റേഷനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഓർഡറിൽ നമ്മൾ m/n എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. m/n. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇട്ടിട്ട് മിസ് എന്താ ബൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നും, ഇത് ഇൻറ്റു അല്ലേന്ന് തോന്നും. പക്ഷേ നമ്മൾ ആ ഓർഡർ പറയുന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ, m/n എന്നാണ് പറയുക, അല്ലെങ്കിൽ m×n എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ m/n എന്ന് പറഞ്ഞാൽ ഈ m റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റോസിനെയാണ്, n റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് കോളംസിനെയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക ചെയ്യരുത്, കാരണം ഇതിൻ്റെ പുറത്താണ് ഇനിയുള്ള അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൺസെപ്റ്റ്സും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് നമ്പർ ഓഫ് റോസ്, പിന്നെ വരുന്നത് നമ്പർ ഓഫ് കോളംസ്. ഓക്കെ ആണല്ലോ, m/n. അപ്പോൾ ഇയാളുടെ ഐഡൻറ്റിറ്റി ഒന്ന് പറഞ്ഞേ, ഇതിൽ എത്ര കോളവും എത്ര റോയും ഉണ്ട്? 2 കോളംസും 2 റോയും ഉണ്ട് അല്ലേ? അപ്പോൾ 2/2 ആയിരിക്കും. 2/2 ആയിരിക്കും നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. 2/2. ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? റോയാണ്, ഇദ്ദേഹം കോളമാണ്, മറന്നു പോകരുത് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും വരിക? ഇവിടെ നമുക്ക് ഇങ്ങനെ 3 എണ്ണമാണ് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ പറ്റിയത്. അപ്പോൾ m എന്ന് പറയുന്നത്, നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3 ആണ്,
ബൈ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് n അല്ല 1 ആണ്, റൈറ്റ്, 1 ആണ് വരിക. അപ്പോൾ ഇതൊരു 2x2 മെട്രിക്സ് ആണ്, ഇതൊരു 3x1 മെട്രിക്സ് ആണ്. 3 റോയും ഒരു കോളവും ഉള്ള മെട്രിക്സ് ആണ്. ഓർഡർ മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ എഴുതിയേക്കുന്ന മെട്രിക്സിൻ്റെ ഒക്കെ ഓർഡർ ചടപടേന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. നോക്കാം, നിങ്ങൾക്ക് ഇങ്ങനെ ഹൊറിസോണ്ടലി വരയ്ക്കാൻ പറ്റുന്ന വരകളുടെ എണ്ണം ഈ മെട്രിക്സിൽ എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ അത് ആദ്യം എഴുതാം 2. പിന്നെ വെർട്ടിക്കലി വരയ്ക്കാൻ പറ്റുന്ന വരകളുടെ എണ്ണം എത്ര കോളംസ് ഉണ്ട്? 4 ആണ്. അപ്പോൾ 2/4 ആയിരിക്കും. മാറിപ്പോവരുത് മക്കളെ, ഇതൊരു കാരണവശാലും റോയും കോളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. നമ്മുടെ മെട്രിക്സിൻ്റെ ഘടന തന്നെ മാറിപ്പോകും. കാരണം എന്താ? ഇപ്പോൾ 4/2 എന്ന് നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുക. 4/2 ആണെങ്കിൽ എന്തായിരിക്കും മെട്രിക്സ് വരിക? 4/2 ആണെങ്കിൽ ഇതാ ഇങ്ങനെ നമുക്ക് 4 വര വരയ്ക്കാൻ പറ്റണം, ഇങ്ങനെ 2 വര വരയ്ക്കാൻ പറ്റുന്ന ഒരു കുത്തനെയുള്ള മെട്രിക്സ് ആയിരിക്കില്ലേ വരിക? രണ്ടുപേരും തെറ്റിപ്പോയില്ലേ? അപ്പോൾ ഈ ഓർഡർ ഒരു കാരണവശാലും മാറരുത്. m/n എന്നുള്ള റെപ്രസെൻറ്റേഷൻ തന്നെ ആയിരിക്കാൻ വരണം. ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പോലെയാണല്ലേ, 4 റോസും ഒരു കോളവുമുള്ള 4/1 ഓർഡറുള്ള മെട്രിക്സ് ആയിരിക്കും അല്ലേ? 4/1 ഓർഡറുള്ള മെട്രിക്സ് ആണ്. ഇദ്ദേഹത്തിനോ ഇത് നമ്മൾ ചെയ്ത പോലെ ഇതിനെ തലതിരിച്ച് വെച്ച പോലെ ഉണ്ട് അല്ലേ? സോ ദിസ് ഇസ് 4/2 ഓർഡറുള്ള മെട്രിക്സ്. ക്ലിയർ ആണല്ലോ? ഓർഡർ ഓഫ് ദ മെട്രിക്സ് m/n, m നമ്പർ ഓഫ് റോസ്, n നമ്പർ ഓഫ് കോളംസ്. m ഇങ്ങനെ ഹൊറിസോണ്ടലി, n ഇങ്ങനെ കുത്തനെ, മാറിപ്പോവാതിരിക്കുക. ഇനി ഈ മെട്രിക്സിലൊക്കെ എത്ര എലമെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ എത്ര എലമെൻറ്റ് വേണമെങ്കിലും വരാം അല്ലേ? എത്ര എലമെൻറ്റ്സ് ഉള്ള മെട്രിക്സ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്കൊരു 1 2 3 4 0 0 എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. ഇതിൻ്റെ ഓർഡർ എന്താ? എത്ര റോയും കോളവും ഉണ്ട്? ഇതിന് 3 റോയും 2 കോളവും ഉള്ള 3/2 മെട്രിക്സ് ആണ്. എലമെൻറ്റ്സ് ഒന്ന് എണ്ണിക്കേടാ, എലമെൻറ്റ്സ് ഒന്ന് എണ്ണിക്കുക. 1 2 3 4 5 6 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? ഇതിന് ഞാൻ മെട്രിക്സ് എ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. നമ്മൾ എണ്ണി കണ്ടുപിടിച്ചു, ഒരു വിഷയമില്ല. ഇപ്പോൾ ഒരു 16/16 മെട്രിക്സ് കിട്ടിയെന്ന് വിചാരിക്കുക, എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരമൊക്കെ ഇരുന്ന് വേണമെങ്കിൽ എണ്ണാം. ഒരു 84/32 മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാലോ ഇച്ചിരി പാടാ അല്ലേ? പക്ഷെ പ്രശ്നമില്ല, നമുക്ക് ഈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നോക്കിയേ, ഇവിടെ റോയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? റോ ടോട്ടലി 3 ഉണ്ട്. കോളംസ് എത്ര ഉണ്ട്? 2 ഉണ്ട്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കിട്ടുന്നത് അല്ലേ? നമ്മൾ ഇങ്ങനെയുള്ളതിനെ മൾട്ടിപ്ലൈഡ് ബൈ ഇങ്ങനെയുള്ളത്, ബേസിക് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഒക്കെ കണ്ടുപിടിക്കുന്നില്ലേ, അതുപോലെ തന്നെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, അതേ കൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ A11 A12 എക്സെട്ര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എലമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് m/n ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? m ഇൻറ്റു n ആണ്. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിനകത്തുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ പറഞ്ഞതാണ്. ഇത് നോക്കിക്കേ, ഞാൻ ഇവിടെ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്? A11 A12 A13 എക്സെട്ര A1n, ഇങ്ങനെ ഒരു ജനറൽ ഫോമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു m/n ഓർഡറുള്ള മെട്രിക്സ് ആണ്. m/n ഓർഡറുള്ള ഒരു ജനറൽ മെട്രിക്സ്, ഏതോ ഒരു മെട്രിക്സ്, എമ്മിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെയുള്ളൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതെങ്ങനെ ഇതിൻ്റെ ഓർഡർ പോകുന്നത്? ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നോക്കിയേ, ഫസ്റ്റിലെ എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു m/n എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആണല്ലേ. ഇനി ഇപ്പോൾ ക്ലാസ്സിനുള്ളിൽ നിങ്ങളുടെ റോൾ നമ്പർ എന്ന് പറയുന്നത് പോലെയാണ് മെട്രിക്സിനുള്ളിലുള്ള ഈ എലമെൻറ്റിൻ്റെ നമ്പർ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതാണ് ഈ താഴെ കാണുന്ന നമ്പർ. അവർ ഏത് പൊസിഷനിലാണ് വരുന്നത്, അവർ എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നത് എന്ന് അറിയിക്കുന്നതാണ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത്. അതായത് 11 A11 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ കോളത്തിലുള്ള എലമെൻ്റ് ആര്? A11. അപ്പോൾ A32 എവിടെ വരും? A32 ശ്രദ്ധിക്കണേ, A32 ഈ m/n നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ് ആദ്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? റോ ആയിരിക്കും. അപ്പോൾ ഇത് മൂന്നാമത്തെ റോയിലെ, തേർഡ് റോയിലെ രണ്ടാമത്തെ കോളത്തിനകത്തുള്ള ആശാനായിരിക്കും ഈ A32 എന്ന് പറയുന്നത്. അതായത് മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിലുള്ള ആശാൻ. കണ്ടുപിടിക്കാൻ എളുപ്പമായോ? അപ്പോൾ ഇങ്ങനെ ഓരോ എലമെൻറ്റിനും അവരുടേതായ പൊസിഷൻസ് ഉണ്ട്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ താഴെ കാണുന്ന നമ്പർ വെച്ചിട്ടാണ്. നമ്മളതിന് നോർമലി ഡിനോട്ട് ചെയ്യുന്നത് AIJ എന്ന് വെച്ചിട്ടാണ്. AIJ. I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് എത്രാമത്തെ റോയിലാണ് എന്നുള്ളത് കാണിക്കും. J എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? എത്രാമത്തെ കോളത്തിലാണ് എന്ന് കാണിക്കും. അപ്പോൾ A52 എന്ന് പറഞ്ഞാൽ എന്താ? 5ാമത്തെ റോയിലെ 2ാമത്തെ കോളത്തിലുള്ള എലമെൻറ്റ്.
മക്കളെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് മെട്രിക്സുകൾ ഉണ്ടാക്കും, അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിൽ ഡിറ്റർമിനൻസ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ പൊസിഷൻസും ഓർഡറും എലമെൻറ്റ്സും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൺസെപ്റ്റ് ഇപ്പോഴേ മനസ്സിലാക്കി പോവുക. റോ എന്താണെന്ന് മനസ്സിലായി, കോളം എന്താണെന്ന് മനസ്സിലായി. എത്ര റോയും കോളവുമാണ് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണെന്ന് മനസ്സിലായി. ഇനി ഓരോ എലമെൻറ്റ്സിനും അവരുടേതായ പൊസിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. AIJ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു, I റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, റോ. J റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, കോളം. സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സും പഠിച്ചു അല്ലേ. ഒരു മെട്രിക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, അതിൻ്റെ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എഴുതുക, അതാണ് ഒന്നാമത്തെ ചോദ്യം. എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് എഴുതുക, ആൻഡ് ഈ ഓരോ എലമെൻറ്റ്സും കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് ഹൊറിസോണ്ടലി 3 വരകൾ വരയ്ക്കാൻ പറ്റും. അപ്പം 3 റോസ് ഉണ്ട്. വെർട്ടിക്കലി നമുക്ക് 4 വരകൾ വരയ്ക്കാൻ പറ്റും, 4 കോളംസ് ഉണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3/4 ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഇതിന് രണ്ടിനെയും കൂടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 12 നമ്പർ ഓഫ് എലമെന്റ്സ്, അല്ലെങ്കിൽ 12 എലമെന്റ്സ് എന്ന് എഴുതാം അല്ലേ. 12 എലമെന്റ്സ്. ഇനി ഇവരെയൊക്കെ ഓരോരുത്തരെയും കണ്ടുപിടിച്ച് പറഞ്ഞേ A14 ഏതാ ഇതിനകത്ത് A14 ഏതാ? ഒന്നാമത്തെ കോളത്തിലെ ഒന്നാമത്തെ റോയിലെ അങ്ങനെ മാറിപ്പോവരുത്. ഒന്നാമത്തെ റോയിലെ 4ാമത്തെ കോളത്തിലുള്ള ആള്, ഒന്നാമത്തെ റോയിലെ 4ാമത്തെ കോളത്തിലുള്ള ആള്. അപ്പൊ ആരാ? -8. A21 രണ്ടാമത്തെ റോയിലെ 1ാമത്തെ കോളത്തിലുള്ള ആള്, രണ്ടാമത്തെ റോയിലെ 1ാമത്തെ കോളത്തിലുള്ള ആള് 35. 32 ആര് വരും? 3ാമത്തെ റോയിലെ 2ാമത്തെ ആള്, അപ്പോൾ 1. 24 ആര് വരും? 2ാമത്തെ റോയിലെ 4ാമത്തെ ആള് 12. 23 കാണുന്നുണ്ടോ നിങ്ങൾ? 2ാമത്തെ റോയിലെ 3ാമത്തെ കോളത്തിലുള്ള ആള് 5/2. ക്ലിയർ ആണല്ലോ? ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. മെട്രിക്സ് എന്താണ്, റോ എന്താണ്, കോളം എന്താണ്, ഓർഡർ എന്താണ്, എലമെന്റുകളുടെ ഐഡന്റിറ്റി എന്താണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ നമ്പർ ഓഫ് എലമെന്റ്സും റോസും വെച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. നോക്കിക്കേ, ഇഫ് എ മെട്രിക്സ് ഹാസ് 36 എലമെന്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 13 എലമെന്റ്സ്? അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സിനകത്ത് 36 എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് തന്നു. നമ്പർ ഓഫ് എലമെന്റ്സ് 36 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഉണ്ടാകാവുന്ന ഓർഡറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെ പോസിബിലിറ്റീസ് വരാം? അപ്പോൾ നോക്കിയാൽ 36 എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 എലമെന്റ് എന്തൊക്കെ പോസിബിലിറ്റീസ് വരാം അല്ലേ? അതായത് 4 റോയും 9 കോളവും ഉള്ള മെട്രിക്സ് ആണെങ്കിൽ 36 എലമെന്റ് അല്ലേ വരിക? എന്തുകൊണ്ട്? 9 × 4 36 ആണ് അല്ലേ? ശരിയല്ലേ? ഓക്കെ, ഇനി 6 റോയും 6 കോളം ഉള്ള മെട്രിക്സ് ആണെങ്കിൽ 36 എലമെന്റ്സ് അല്ലേ വരിക? 6 × 6 എന്ത് തന്നെയാണ്? 36 ആണ്. ഓക്കെ, അപ്പൊ ഗുട്ടൻസ് പിടികിട്ടി. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആണ് അല്ലേ? അപ്പൊ ഏതോ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 36 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 36ന്റെ ഫാക്ടേഴ്സ് എടുത്താൽ പോരെ? 36ന്റെ ഫാക്ടേഴ്സിനെ എങ്ങനെ എടുക്കണം? പെയറുകളായിട്ട് എടുക്കണം. അതായത് ഇപ്പം ഞാനിവിടെ എടുത്തതുപോലെ 9 ഉം 4 36ന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പം 9 × 4, ഈ 9/4 എന്ന് പറയുന്നത് ഒരു ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. 9 റോയും 4 കോളമുള്ള ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ തിരിച്ചു വിടാം, 4 റോയും 9 കോളമുള്ള മെട്രിക്സ് ആയാലും എന്ത് തന്നെ വരും? 36 എലമെന്റ്സ് വരും. ഓക്കെ, ഇനി അടുത്ത ഫാക്ടേഴ്സ് മൊത്തത്തിൽ ഒന്ന് ലിസ്റ്റ് ചെയ്തേ. 1 വരും, 2 വരും, 3 വരും, 4 വരും, 6 വരും അല്ലേ? പിന്നെ 9 വരും, 12 വരും, 18 വരും, 36 വരും. ഇതല്ലേ 36ന്റെ ഫാക്ടേഴ്സ്. ഇവരെ പെയറുകളായിട്ട് എടുക്കുക, എന്നാലാണ് നമുക്ക് ഓർഡർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം ഞാനിവിടെ ചെയ്തതുപോലെ 4ഉം 9ഉം എടുത്തു. ഇനി അടുത്ത എന്തെടുക്കാം? 3ഉം 12ഉം എടുക്കാം. 3ഉം 12ഉം ചെയ്ത് കഴിഞ്ഞാൽ 36 കിട്ടുക. അപ്പം 3/12 ഒരു ഓർഡറാണ്, 3/12 ഒരു ഓർഡറാണ്, 12/3യും ഒരു ഓർഡറാണ്. അടുത്തത് 2/18 എടുക്കാം അല്ലേ? 2/18 എടുക്കാം, 18/2ഉം ഓരോ ഓർഡറാണ്. അതുപോലെ നമുക്ക് എന്തും എടുക്കാം? 1/36ഉം 36/1ഉം എടുക്കാം. ഇനി ഇതിൽ കൂടുതൽ ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ? 6 × 6ഉം വരും, 6/6. ഇതിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇത്രയും നമ്പേഴ്സാണ് 36ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അവരെ ഏതൊക്കെയാണോ പെയറുകളായിട്ട് ഫാക്ടേഴ്സ് ആവുന്നത് അവരൊന്നിച്ച് വെക്കുക, അതാണ് ഓർഡർ എന്ന് പറയുന്നത്. വെരി സിമ്പിൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം 4/6 എടുത്തല്ലേ, 4/9 എടുത്തു കഴിഞ്ഞാൽ 9/4ഉം എടുക്കാം.
കാരണം എന്താണ്, ക്രോസും കോളംസും തിരിച്ചിട്ടാലും എലമെൻസിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. ശരിയാണല്ലോ, അത് ഓർത്തിരിക്കുക മക്കളെ. നമ്മളൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം 36 എലമെൻറ്റ്സ് ഉള്ളൊരു മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക, പെയറുകളാക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓർഡർ ആക്കി അങ്ങ് എഴുതുക. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. 13 എലമെൻറ്റ്സ് ഉള്ളതാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 13ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക, പെയേഴ്സ് ആക്കിയിട്ട് എത്ര, ഇവിടെ നമ്പറാണ് ചോദിച്ചേക്കുന്നത് അല്ലേ, എത്ര ഓർഡർ ഉണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പോൾ പോസിബിൾ നമ്പർ ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഏതൊക്കെയെന്നല്ല, എത്ര എണ്ണമെന്നാണ് ചോദിച്ചത്? 9. അപ്പോൾ ഇവിടെ നോക്കിയേ, 13 എലമെൻറ്റ്സ് ആണെങ്കിൽ 13ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 13ഉം 1 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിനുണ്ടാവാകുന്ന ഓർഡേഴ്സ് 13/1 വരാം, 1/13 വരാം. 2 പോസിബിൾ ഓർഡേഴ്സ് ആണ് ഉള്ളത്. 2 പോസിബിൾ ഓർഡേഴ്സ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോവാം. ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു വലിയ മെട്രിക്സ് കാണിച്ചു തന്നില്ലേ, AIJ ഒക്കെ പഠിപ്പിച്ചു തന്നത്, അത് തന്നെ. അതിന് നമ്മൾ ജനറലായിട്ട് ആ വലിയ കോളം എഴുതാതെ ചോട്ടാപ്പി ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും. AIJ അതിൻ്റെ ഓർഡറിന് താഴെ റെപ്രസെൻറ്റ് ചെയ്യും, M/n എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക? അവൻ്റെ ഓർഡർ താഴെ കൊടുത്തിട്ടുണ്ടാവും, മെട്രിക്സ് AIJ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരിക എന്നുള്ളത് നോക്കാം. ഇത് 2024 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ ഗിവൺ ബൈ AIJ ഈക്വൽ ടു 2i മൈനസ് ജെ. AIJ ഈക്വൽ ടു 2i മൈനസ് ജെ എന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻഷിപ്പ്. ഇതിൽ നിന്ന് നമ്മൾ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനെയാണ്? 2x2 മെട്രിക്സ്, 2 റോയും 2 കോളവും ഉള്ളൊരു മെട്രിക്സ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഉണ്ടാക്കി നോക്കാം. അത് നമ്മൾ ആദ്യം മെട്രിക്സിന് എഴുതാം. A എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 2x2 മെട്രിക്സ് ആണല്ലേ. 2x2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2 റോയും 2 കോളം ഉള്ളൊരു മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ എലമെൻറ്റ്സ് എഴുതാം. ഫസ്റ്റത്തത് A11. മക്കളെ ഇങ്ങനെ പോകുമ്പോൾ, റോയിൽ പോകുമ്പോൾ ഫസ്റ്റ് റോയിൽ എന്താ മാറ്റം വരുന്നത്? റോയ്ക്ക് മാറ്റം വരുമോ? ഇല്ല. ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സിലൊക്കെ ഈ 1 ഫിക്സഡ് ആയിരിക്കും അല്ലേ. അടുത്ത എലമെൻറ്റ് അപ്പോൾ എന്ത് വരും? A12 എന്ന് എഴുതാം. ഓക്കെ, താഴേക്ക് വരുമ്പം റോ മാറി, അപ്പോൾ A21 എഴുതാം. പിന്നെ ഇങ്ങോട്ട് മാറുമ്പോൾ എന്തായി? റോ മാറുന്നില്ല, കോളം മാറി, അപ്പോൾ എന്തായി? A22. ക്ലിയർ ആണല്ലോ? നമ്മൾ റോയിൽ വരുമ്പം ഈ M ഫിക്സഡ് ആയിരിക്കും, അല്ലെങ്കിൽ I ഫിക്സഡ് ആയിരിക്കും. AIJയിലെ നമ്മൾ എഴുതുന്നേ, AIJയിൽ എഴുതുന്നേ. അപ്പോൾ I ഫിക്സഡ് ആയിരിക്കും. ഇങ്ങനെ പോകുമ്പം 1 ഫിക്സഡ് ആക്കിയിട്ട് 2 3 4 എത്രയാണോ കോളം ഉള്ളത് അത്രയും വരെ പോകും. താഴേക്ക് വരുമ്പം റോ മാറും, വീണ്ടും റോ ഫിക്സഡ് ആക്കി M ഫിക്സഡ് ആക്കി വെച്ച് കോളം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി A11 എന്ന് പറഞ്ഞാൽ എന്താ? Iയും Jയും 1 ആണ് അല്ലേ. Iയും Jയും 1 ആണ്. നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ നോക്കിക്കേ. AIJ എന്ന് പറഞ്ഞാൽ 2i മൈനസ് ജെ എന്നാണ് തന്നിരിക്കുന്നത്, ശരിയല്ലേ? അതായത് AIJയ്ക്ക് പകരം നമ്മൾ A11 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഐക്ക് പകരം 1 ആണ്, ജെക്ക് പകരം 1 ആണ്. അത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 × 1 മൈനസ് 1 എന്ന് വരും. 2 മൈനസ് 1 എത്രയാ? 1 ആണ്. അപ്പോൾ നമുക്ക് A11 എന്ത് കിട്ടി? 1 ആണെന്ന് കിട്ടി. ക്ലിയർ ആണോ? അതേപോലെ ഈ എലമെൻറ്റ് കണ്ടുപിടിച്ചേ, A12. A12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I എന്ന് പറഞ്ഞാൽ 1 ആണ്, J എന്ന് പറഞ്ഞാൽ 2 ആണ്. എടാ, ഇത് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമൊന്നും വരില്ല. നിങ്ങൾ കുറച്ചൊന്ന് യൂസ്ഡ് ആകുമ്പോൾ ചടപടയെന്ന് പെട്ടെന്ന് ചെയ്തു പോകാം കേട്ടോ. സ്റ്റാർട്ടിൽ തുടക്കത്തിൽ പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയത്ത് മാത്രമേ നിങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ഇവിടെ I എന്ന് പറഞ്ഞാൽ 1 ആണ്, J എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ A12 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A12 എന്ന് പറഞ്ഞാൽ 2 × 1 മൈനസ് 2. അപ്പോൾ എത്ര വന്നു? 0 വന്നു. അപ്പോൾ A12 സെക്കൻഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് കിട്ടി. ഇനി നോക്കിയേ, അടുത്ത ആളെടുക്കാം. A21. A21ൽ I എന്ന് പറഞ്ഞാൽ 2 ആണ്, J എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ A21ൻ്റെ റിലേഷൻ നോക്കിക്കേ, 2 × 2 മൈനസ് 1, അതായത് 4 മൈനസ് 1 3 ആണെന്ന് കിട്ടും. അപ്പം അടുത്ത എലമെൻറ്റും കിട്ടി. A21 3 ആണ്. ഇനി അടുത്തയാളെ A22 എന്ന് പറഞ്ഞാൽ I 2 ആണ്, Jയും 2 ആണ് അല്ലേ. അപ്പോൾ A22ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 മൈനസ് 2, അതായത് 4 മൈനസ് 2 4 ആണെന്ന് വരും. ഓക്കെ, 4 മൈനസ് 2 4 ആണെന്ന് വരും. ഇത് വെച്ച് നമുക്ക് നമ്മുടെ മെട്രിക്സ് ഒന്ന് എഴുതി നോക്കിക്കേ. ഫസ്റ്റ് എലമെൻറ്റ് A11 എത്രയാണ് കിട്ടിയത്? 1 കിട്ടി. സെക്കൻഡ് എലമെൻറ്റ് A12 എത്ര കിട്ടി? 0 കിട്ടി. തേർഡ് എലമെൻറ്റ് A21 3 കിട്ടി. ഇവിടെ നമുക്ക് 4 കിട്ടി. ഇതായിരിക്കും നമ്മുടെ മെട്രിക്സ്. 2 മാർക്ക് സെറ്റാണോ? 2 മാർക്ക് സെറ്റാണോ? യെസ്.
ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് നമ്മൾ ഇത് കഴിഞ്ഞ് വരുന്ന കുറേ കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ആദ്യം തരും, റിലേഷൻ തരും, എന്നിട്ട് മെട്രിക്സ് ഉണ്ടാക്കാൻ പറയും. അപ്പോൾ അവിടെ 2 മാർക്ക് കിട്ടി. എന്നിട്ട് ആ മെട്രിക്സ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ഈ മെട്രിക്സ് ഉണ്ടാക്കുന്നത് ശരിയാക്കിയാൽ മാത്രമാണ് അടുത്ത കൺസെപ്റ്റ് ശരിയാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഒന്നുമില്ല, സിമ്പിളാണ്. ആദ്യം ഓർഡർ വെച്ചിട്ട് മെട്രിക്സ് ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് എത്ര ഉണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. റെഡി? ഓക്കെ. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, AIJ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് I-3j ആണ്. 3/2 മെട്രിക്സ് ഉണ്ടാവേണ്ടത്. മെട്രിക്സ് ഒന്ന് എഴുതി നോക്കിക്കേ. 3/2 എന്ന് പറഞ്ഞാൽ 3 റോയും 2 കോളം ഉള്ള മെട്രിക്സ് ആയിരിക്കണം അല്ലേ? നമ്മൾ മെട്രിക്സ് എഴുതുമ്പം A11 A12 ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ എലമെന്റ്, ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റ്. അടുത്തത് വരുമ്പോൾ റോ മാറണം. A21 A21 A22 A31 A32. ഇതാണ് നമ്മുടെ ജനറൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ സാധനം ഉണ്ടാക്കി എടുക്കേണ്ടത്. നോക്കിയേ, മോഡുലസ് ഉണ്ട്. മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ, നെഗറ്റീവ് വാല്യൂ കിട്ടിയാലും നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി അല്ലേ? സോ I-3j എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ എലമെന്റ് നോക്കിയേ, സിമ്പിളായിട്ട് എഴുതാട്ടോ. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് എഴുതാം. ഫസ്റ്റത്തെ എലമെന്റിൽ ഫസ്റ്റത്തിൽ I1 ആണ്, ജെ എന്ത് വരും, ജെയും 1 വരും. മോഡുലസ് ഓഫ് 1 - 3, അതായത് -2ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 2 ആണ്. നിങ്ങൾക്ക് ഇവിടെ 2 എന്ന് എഴുതാം. A12 എന്ന് പറഞ്ഞാലോ മോഡുലസ് ഓഫ് 1 - 3 × 2 6. അപ്പോൾ -5 വരും. മോഡുലസ് ഉള്ളത് കൊണ്ട് പോസിറ്റീവ് 5 എടുത്താൽ മതി. അടുത്ത നോക്കിക്കേ, A21. ഇപ്പോൾ 2 - 3 2 - 3 എന്ന് പറഞ്ഞാൽ -1, പക്ഷെ മോഡുലസ് എടുക്കാം. പിന്നെ 22 എന്ന് പറഞ്ഞാൽ 2 - 6 -4 ആണ്, മോഡുലസ് എടുക്കാം. പിന്നെ 3 - 3 വരും, 0 വരും. ഇവിടെ നോക്കിയേ 3 2 ആണ്, അപ്പം 3 - 3 × 2 6 വരും. അത് നമുക്ക് 3 എന്ന് എടുക്കാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, മോഡുലസ് ഒക്കെ വരുമ്പം നിങ്ങൾ ആ നെഗറ്റീവ് വരാതെ ശ്രദ്ധിക്കുക. മോഡുലസ് ഇല്ലെങ്കിൽ നെഗറ്റീവ് ഇടാൻ മറന്നു പോവുകയും ചെയ്യരുത്. പിന്നെ ഈ ഒരു 3/2 എന്നൊക്കെ പറയുന്ന ഓർഡർ നിങ്ങൾ കൺസിഡർ ചെയ്ത് സെറ്റായിട്ട് ചെയ്യാം. റെഡി ആണല്ലോ? ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ ടൈപ്പ് മെട്രിക്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, ഒരു കൺസെപ്റ്റ് വൈസ് നിങ്ങൾ അറിഞ്ഞു വെക്കാനുള്ളതാണ്. ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം, കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, കോളം മെട്രിക്സും റോ മെട്രിക്സും. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കോളം മാത്രം വരുന്ന മെട്രിക്സ്. ഒറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. റോ എത്ര വേണമെങ്കിലും വരാം. ഓക്കെ, റോ എത്ര വേണമെങ്കിലും വരാം, കോളം ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ജനറൽ ഓർഡർ എന്തായിരിക്കും മക്കളെ? M/1 ആയിരിക്കും അതിൻ്റെ ഓർഡർ. അതായത് കോളം ഒരെണ്ണേ ഉള്ളൂ, റോ എത്ര വേണമെങ്കിലും വരാം. ഈ M മാറി 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 വരാം, പക്ഷെ കോളം ഒരെണ്ണം ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ റോ മെട്രിക്സ് എന്തായിരിക്കും? ഒരൊറ്റ റോ മാത്രമുള്ള മെട്രിക്സ്. കോളം എത്ര വേണേലും വരാം. അതിൻ്റെ ഓർഡർ എന്ത് വരും? 1/n ആയിരിക്കും അല്ലേ? 1/n ആയിരിക്കും. അതായത് ഒരു റോ ഫിക്സ്ഡ് ആണ്, നമ്പർ ഓഫ് കോളംസ് എത്ര വേണമെങ്കിലും വരാം. അതാണ് കോളം മെട്രിക്സ്. ഇനി നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും സെയിം ആയിട്ട് വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ അതിനെ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് M/m എന്നാണ് നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുക. അവിടെ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. M = n. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ്, അപ്പം 2/2 അല്ലെങ്കിൽ 3/3 അല്ലെങ്കിൽ 100/100, ഇതൊക്കെ എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഈ പറയുന്നതൊക്കെ സ്ക്വയർ മെട്രിക്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ വരുന്നത് വരെ സ്ക്വയർ മെട്രിക്സ് ആണ്. അതായത് ഈ സ്ക്വയർ മെട്രിക്സിനകത്ത് ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ വരിക. എന്താ ഡയഗണൽ എൻട്രീസ്? കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ 1 0 0 0 0 2 0 0 0 0 -3 0 0 0 0 4. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു 0 കൊടുക്കാം. ഇത് നോക്കി, ഇവിടെ ഇപ്പം എന്താണ്ടായേ? ഞാനിവിടെ വരച്ചിരിക്കുന്നതിൽ ഇത് കണ്ടോ, ഈ ഒരു ഡയഗണലി വരുന്ന മെട്രിക്സ് അല്ലെങ്കിൽ ഡയഗണലി വരുന്ന എലമെൻറ്റ്സ് മാത്രമല്ലേ 0 അല്ലാത്തേ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. ഇതാണ് ഡയഗണൽ മെട്രിക്സ്. നമ്മളൊരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് നമ്മളിങ്ങനെ വരയ്ക്കുന്നതിനെയാണ് ഡയഗണൽ എന്ന് പറയുക. അപ്പോൾ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ലീഡ് ഡയഗണൽ, അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഡയഗണൽ എൻട്രീസ് എന്ന് പഠിച്ചാൽ മതി. ഡയഗണൽ എൻട്രീസ്, ഈ ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ, അതായത് മൊത്തത്തിൽ നോൺ സീറോ. 0 വരാൻ പാടില്ല എന്നല്ല, പക്ഷെ മൊത്തത്തിൽ 0 ആവരുത്.
അത്രയേ ഉള്ളൂ. എല്ലാം കൂടെ 0 ആയി പോരുത്, ഒരു നോൺ സീറോ എങ്കിലും വരണം. കണ്ടോ ഇവിടെ 0 ഉണ്ട്, അത് പ്രശ്നമില്ല. പക്ഷേ എല്ലാം 0 ആവാതെ ഇങ്ങനെ എലമെൻറ്റ്സ് വരുന്നതും ബാക്കിയൊക്കെ എന്താണ് 0 ആവുകയും ചെയ്യുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി സ്കേലർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയഗണൽ മെട്രിക്സ് തന്നെ, പക്ഷേ ഡയഗണൽ എൻട്രീസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പം 2 0 0 0 2 0 0 0 2 ഇതെന്ത് മെട്രിക്സാ? ഡയഗണൽ മെട്രിക്സ് ആണ്, പ്ലസ് ഈ ഡയഗണൽ എൻട്രീസ് ഒക്കെ ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ്. ഇനി ഈ സ്കേലാർ മെട്രിക്സിൽ തന്നെ ഈ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1 ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. 1 0 0 0 1 0 0 0 1 ഇതാണ് 3/3 മെട്രിക്സിന്റെ ഐഡന്റിറ്റി മെട്രിക്സ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ I വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് 3/3ന്റെ ഐഡന്റിറ്റി മെട്രിക്സ്. 2/2 എന്ത് വരും? 2/2 ഐഡന്റിറ്റി മെട്രിക്സ് എങ്ങനെ വരും? 1 0 0 1 ഇതാണ് 2/2ന്റെ ഐഡന്റിറ്റി മെട്രിക്സ്. 4/4 എന്ത് വരും? ഡയഗണൽ എൻട്രീസ് മാത്രം 1 വരുന്നു, ബാക്കിയൊക്കെ 0 ആവുന്നു. എന്ത് തരം മെട്രിക്സ് ആണ്? ഡയഗണൽ ആണ്, സ്കേലാർ ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ് അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആയിരിക്കണം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, പ്ലസ് ഡയഗണൽ എൻട്രീസ് മാത്രം എല്ലാവരും ഒന്നിച്ച് 0 ആവാതെ ബാക്കിയൊക്കെ 0 ആയിരിക്കണം. ഇനി സ്കേലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി എന്തായി? സ്ക്വയർ മെട്രിക്സ് ആയി അല്ലേ? സ്കേലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽ എൻട്രീസ് ഒക്കെ സെയിം ആയിരിക്കും. ഈ ഡയഗണൽ എൻട്രീസ് ഒക്കെ 1 വരുന്ന സ്കേലർ മെട്രിക്സിനെയാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ ആയിട്ടൊരു 0 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റും 0 ആയിട്ട് വരുന്ന മെട്രിക്സിനെയാണ് 0 മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എല്ലാ എലമെൻസും 0 ആയിട്ട് വരുന്ന മെട്രിക്സ് ആണ് 0 മെട്രിക്സ്. ഇത്രയാണ് ടൈപ്പ് ഓഫ് മെട്രിക്സ് നിങ്ങൾക്ക് അറിയാനുള്ളത്. ഓക്കെ, ഇനി എപ്പോഴാണ് രണ്ട് മെട്രിക്സസ് ഈക്വൽ ആവുന്നത്? എപ്പോഴാണ് രണ്ട് മെട്രിക്സസ് ഈക്വൽ ആവുന്നത്? അതിലൊന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണോ അല്ലയോ നോക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ടത് അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം. ഒരാളൊരു 1/2 ഒരാളൊരു 3/4 ആണെങ്കിൽ നമുക്ക് ഇക്വാളിറ്റിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. ഓക്കെ, അപ്പോൾ അവരെന്താണ്? ഓർഡർ എപ്പോഴും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുവാണ് രണ്ട് മെട്രിക്സസ് എയും ബിയും എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് മെട്രിക്സസ് ഇപ്പോൾ m/n-ഉം ഒരു p/q ആണെന്ന് വിചാരിക്കാം. അപ്പോൾ m/n-ഉം p/q എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓർഡർ സെയിം ആണെങ്കിലേ ഈക്വൽ ആവുള്ളൂ. ഇനി ഈക്വൽ ആവാനുള്ള കണ്ടീഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ എലമെൻസും കറസ്പോണ്ടിങ്ങിലി ഇവിടെയുള്ള എലമെൻസിനോട് ഈക്വൽ ആവണം. എന്താണ് ഈ കറസ്പോണ്ടിങ്ങിലി? ഒന്നുമില്ലടാ, ഇവിടെ ഫസ്റ്റ് എലമെൻറ്റിൽ 1 വന്നാൽ ഇവിടെയും 1 വരണം. ഇവിടെ ഇപ്പോൾ ഈ പൊസിഷനിൽ 0 വന്നാൽ ഇവിടെയും ആ പൊസിഷനിൽ 0 വരണം. ഇവിടെ -1 വന്നു കഴിഞ്ഞാൽ ഇവിടെയും -1 വരണം. അത് തന്നെ, അതായത് ഒരു മെട്രിക്സ് അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്ത് കോപ്പി അടിച്ച് അപ്പുറത്ത് എഴുതി വെക്കുന്നതാണ് ഈക്വൽ മെട്രിക്സസ് ആവുള്ളൂ. ഒരേ ഓർഡർ സെയിം ആയിരിക്കണം, നമ്മുടെ എലമെൻറ്റ്സ് ഒക്കെ പൊസിഷൻ വൈസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇക്വാളിറ്റി മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കിക്കേ, ഈ രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണ്. എടാ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണ്, അങ്ങനെയാണെങ്കിൽ ABCXYZ ഇതൊക്കെ കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് ചോദ്യം വരിക. ഓക്കെ, മെട്രിക്സസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓർഡർ സെയിം ആയിരിക്കും. ഓർഡർ സെയിം അല്ലേ? 3/3 ആണ് രണ്ടുപേരും, നമ്മൾ സേഫാ. ഇനി എന്ത് ചെയ്യണം? വേരിയബിൾസ് കണ്ടുപിടിക്കണം. അതായത് ഞാൻ പറഞ്ഞു ഈക്വൽ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ആളും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതിൽ x കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x+3 എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 0-നോട് ഈക്വൽ ആയിരിക്കണ്ടേ? ആയിരിക്കണം. അപ്പം നമുക്ക് എഴുതാം x+3 = 0. അങ്ങനെയാണെങ്കിൽ x എന്ത് വരും? -3. കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവരെയും കൂടെ അങ്ങ് കണ്ടുപിടിക്കാം. വെരി സിമ്പിൾ. നോക്കിയാൽ അടുത്ത ആൾ നോക്കുക. z+4 ഇവിടെ എന്തിനോട് ഈക്വൽ ആയിരിക്കും? 6-നോട് ഈക്വൽ ആയിരിക്കും. z+4 = 6 ആണെങ്കിൽ z = 2 ആയിരിക്കും. യെസ്. അടുത്ത ആള് 2y - 7 = 3y - 2 അല്ലേ? അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുക. ഞാൻ ഈ -2 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 - 7 = 3y - 2y. അപ്പോൾ y = -5. സിമ്പിൾ അല്ലേടാ? അതേപോലെ നമുക്ക് ABC കൂടെ കണ്ടുപിടിക്കാനോ? നോക്കിയേ, ഇവിടുന്ന് b - 3 എന്ന് പറയുന്നത് 2b + 4 ആയിരിക്കും. b - 3 = 2b + 4 ആയിരിക്കും. ബിന് ഞാൻ 4-നെ ഇങ്ങോട്ട് എടുക്കുകയാണ്. -4 - 3 = 2b - b. b = -7. ഇനി ആരെയാണ് കണ്ടുപിടിക്കാനുള്ളത്? a കണ്ടുപിടിക്കാണ്ട് അല്ലേ? ഇവിടെ ഒളിച്ചിരിക്കുന്നു a.
1 is equal to -3. അപ്പോൾ A equal to -3 + 1 -2 എന്ന് കിട്ടും അല്ലേ? അതേപോലെ തന്നെ ഒരു സി കൂടെ കണ്ടുപിടിക്കാനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് കേട്ടോ. സി ഇവിടുന്ന് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ അല്ലേ? ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാം. 2 മാർക്കിൻ്റെ ചോദ്യമാണിത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി 2025, അതായത് നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള ബാച്ചിൻ്റെ മാർച്ചിലെ ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെ ചോദ്യം കണ്ടാ എത്ര എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. കമോൺ, എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയാണ് മെട്രിക്സ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കില്ലേ ഈ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അവിടെ ചെറിയൊരു മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നമുക്ക് പഠിച്ചു വേണ്ടി തിരിച്ചു വരാം. ഓക്കെ, അഡീഷൻ ഓഫ് മെട്രിക്സസ്. ഈ ചോദ്യം നമുക്ക് ഓർത്ത് വെക്കണം. ഇത് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ ഇക്വാലിറ്റി വെച്ച് വരുന്നതാണ് എന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇട്ടത്. തിരിച്ചു വരാം. ഇവിടെ നോക്കിയേ, എങ്ങനെയാണ് 2 മെട്രിക്സസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇക്വാലിറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഇക്വാലിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്താ? അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ? ഓർഡർ സെയിം ആയിരിക്കണം. പിന്നെ കറസ്പോണ്ടിങ്ങിലി വരുന്ന ഇവിടെയുള്ള A11 ആണെങ്കിൽ അവിടുത്തെ A11 ഈക്വൽ ആയിരിക്കണം, B11 ആണെങ്കിൽ ഇങ്ങോട്ട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെയാണ് അഡിഷൻ ഓഫ് മെട്രിക്സസിനും വരുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, ആഡ് ചെയ്യണമെങ്കിൽ എയുടെയും ബിയുടെയും ഓർഡേഴ്സ് സെയിം ആയിരിക്കണം. ഇവിടെ എയും ബി ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമ്മൾ സേഫാണ്. 2/2 ആണ് ഓർഡർ വരുന്നത്, ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ആഡ് ചെയ്യുക? ഈ എലമെൻറ്റിനെ ഈ എലമെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക, എഴുതി വയ്ക്കുക. വെരി സിമ്പിൾ അല്ലേ? അപ്പോൾ A + B എന്ന് പറയുന്ന മെട്രിക്സിൽ എന്ത് വരും? 100 + 25 125. ഓക്കെ, അടുത്തത് 24 + 18 എത്ര വരിക? 24 + 18 42 വരും അല്ലേ? അതിവിടെ എഴുതി വയ്ക്കുക. സിമ്പിൾ. അപ്പോൾ ഒരേ ഓർഡർ ആണോ നോക്കിയിട്ട് ഒരേ പൊസിഷനിൽ വരുന്ന ആളുകളെ അങ്ങ് ഒറ്റയെടുക്കാൻ കൂട്ടിങ്ങ് എഴുതിയാൽ മതി. 20 + 30 50, 200 + 26 226. ഇതാണ് A + B. വെരി സിമ്പിൾ അല്ലേ? വളരെ വളരെ എളുപ്പമല്ലേ മക്കളെ? അല്ലേ? അപ്പോൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഓർഡർ സെയിം ആണോ നോക്കുക. ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരേ പൊസിഷനിലുള്ള ആളുകൾ തമ്മിൽ കൂട്ടി വെക്കുക, എഴുതുക. വെരി സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും തന്നിട്ടുണ്ട്. A + B ഒന്ന് കണ്ടുപിടിച്ചേ പെട്ടെന്ന്. A + B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ സെയിം ആണല്ലോ അല്ലേ? രണ്ടുപേരും 2/3 മെട്രിക്സസ് ആണ്. 2/3 മെട്രിക്സസ് ആണ്. അപ്പം 7 + 2 9, 1 + √5 അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. -1 + 1 0, 2 + -2 0, 3 + 3 6, 0 + 1/2 1/2. ഇതായിരിക്കും എന്ത്? A + B എന്ന് പറയുന്ന അഡിഷൻ മെട്രിക്സ്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. സബ്ട്രാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എളുപ്പമാണ്. അതിന് മുന്നേ ഈ ചോദ്യം കൂടെ ഒന്ന് ചെയ്തേ. എന്താ ചെയ്യേണ്ടത്? ഫംഗ്ഷൻസ് ആണ് വന്നേക്കുന്നത്, നമ്പർ അല്ല. cos²x sin²x sin²x cos²x പ്ലസ് മെട്രിക്സ്. ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി ഒക്കെ നിങ്ങൾ പഠിച്ച മക്കളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടും അല്ലേ? എങ്ങനെ നമ്മൾ ആഡ് ചെയ്യാം? A + B എന്ന് ആഡ് ചെയ്യണ സമയത്ത് cos²x പ്ലസ് sin²x വരും അല്ലേ? cos²x പ്ലസ് sin²x. അടുത്ത എലമെന്റ് എന്ത് വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ sin²x പ്ലസ് cos²x വരും. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ sin²x പ്ലസ് cos²x. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. cos²x പ്ലസ് sin²x. എന്താണ് ഈ cos²xും sin²xും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് എന്താണ്? 1 ആണ് അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് 1 വെച്ച് റീപ്ലേസ് ചെയ്യാം. ട്രിഗ്നോമെട്രിയിൽ പഠിച്ച ഐഡന്റിറ്റി ഓർമ്മയില്ലേ? cos² പ്ലസ് sin²x = 1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 2 മെട്രിക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ്. യെസ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ. ഇത് 2 മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ല. നമ്മളൊരു മെട്രിക്സിനെ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ 2 3 -9 0 ഇങ്ങനൊരു മെട്രിക്സിനെ എടുത്തു. ഈ സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺസ്റ്റൻറ്റ്, എന്തെങ്കിലും ഒരു ഇൻറ്റിജറോ എന്തെങ്കിലും റിയൽ നമ്പർ ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ ഇതിനെ ഒരു K വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമ്മൾ സാധാരണ K ആണ് എടുക്കുക. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു നമ്പർ എടുക്കാം, ഒരു 2 എടുക്കാം അല്ലേ? 2 എടുക്കാം. ഞാൻ 2 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മക്കളെ ഒന്നുമില്ല, ഈ 2 വെച്ച് എല്ലാ എലമെൻസിനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് മെട്രിക്സ് ബിക്കംസ് 4 6 -18 0. ഇത്രയേ ഉള്ളൂ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. എന്താ ചെയ്യേണ്ടത്? ഒരു സ്കേലാർ വെച്ച് നിങ്ങൾക്കൊരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിലുള്ള എല്ലാ എലമെൻറ്റിനെയും ആ നമ്പർ വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ?
യെസ്. ഇനി ആ സ്കേലാർ മൾട്ടിപ്ലിക്കേഷന് ചെറിയ 2 പ്രോപ്പർട്ടികൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് 2 മെട്രിക്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും, ഇനി അങ്ങനെയല്ല ഈ കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 മെട്രിക്സിനെ ആഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരേ ഉത്തരമാണ് കിട്ടുക. എങ്ങനെയാണ്? 2 മെട്രിക്സ് ഉണ്ട്, ഒരു കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങളിത് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരേ മെട്രിക്സ് ആണ് കിട്ടുക. അതുപോലെ തന്നെ ഇപ്പം ഇതിവിടെ 2 മെട്രിക്സ് ആണ് അല്ലേ, ഇവിടെ 2 സ്കേലാറുകൾ കെ പ്ലസ് എൽ എന്ന് പറയുന്ന 2 കോൺസ്റ്റൻസ് ഒരു എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ കോൺസ്റ്റൻസിനെ ആഡ് ചെയ്തിട്ട് എനെ മൾട്ടിപ്ലൈ ചെയ്താലും നേരെ കോൺസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മെട്രിക്സുകൾ ആഡ് ചെയ്താലും സെയിം ആണ് കിട്ടുക. ഇതൊന്നും അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ട സാധനമല്ല, മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ആ വിട്ട ക്വസ്റ്റ്യൻ ഇല്ലേ, അദ്ദേഹത്തെ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. 2 മാർക്കിന് കഴിഞ്ഞ ബോർഡ് എക്സാമിന് ചോദിച്ചു ചോദ്യം നോക്കിക്കേ. 2 ഇൻറ്റു ഒരു മെട്രിക്സ് പ്ലസ് വേറൊരു മെട്രിക്സ് ഈക്വൽ ടു വേറൊരു മെട്രിക്സ്, അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും. മക്കളെ ഇതെന്താണ്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ 2നെ വെച്ചിട്ട് ഇങ്ങോട്ടുള്ള എല്ലാ എലിമെൻറ്റ്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി എക്സും വൈയും ഒക്കെ എവിടെയാണതാ? ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ, ഇവിടെയാണ് എക്സ് വൈയും ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും നമുക്ക് വേണ്ടുന്ന ആൾക്കാരെ മാത്രം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. നോക്കിയേ, ഇവിടെ ഈ 2 ശരിക്കും ചെയ്യേണ്ടത് ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം ആദ്യം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാം. ഇതിപ്പോൾ ചെയ്യുമ്പോൾ എന്താ വരിക? 2-നുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 6 0 2x പ്ലസ് എക്സ് പ്ലസ് വൈ 0 1 2 ഈക്വൽ ടു 8 6 1 8 എന്നാണ് വരിക അല്ലേ. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിലെ മെട്രിക്സ് 2 പ്ലസ് എക്സ് പ്ലസ് വൈ, ഇത് 2 അഡീഷണൽ അല്ലേ ചെയ്യുന്നത്. പിന്നെ ഇവിടെ 6 പ്ലസ് 0, ഇവിടെ 0 പ്ലസ് 1 2x പ്ലസ് 2 അല്ലേ, ഇത് ഈക്വൽ ടു 8 6 1 8 എന്നൊക്കെയാണ് വരിക. എന്നിട്ട് ഇവിടുന്ന് പിന്നെ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പം ശരിക്കും നമ്മൾ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ മൊത്തം മെട്രിക്സ് എടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് വേണ്ടുന്ന ആളുകൾ മാത്രം എടുക്കുക. അതായത് ഇവിടെ ഇപ്പം നമുക്ക് വേണ്ടുന്ന ആരാണ്? എക്സിനെയും എക്സ് പ്ലസ് വൈനെ, അല്ലെങ്കിൽ എക്സിനെയും വൈനെയും മാത്രം മതി. അപ്പോൾ ഇവിടെ എക്സ് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ, നമ്മൾ അയാൾക്ക് എന്ത് കൊടുക്കുക? ഈ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ 2x ഇല്ലേ, അതിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2x എടുക്കുക, അതിൻ്റെ കൂടെ നമ്മൾ ഈ എക്സിൻ്റെ പൊസിഷനിലുള്ള ആളെല്ലാം ആഡ് ചെയ്യുക. യെസ്, പ്ലസ് 2 എടുക്കുക. ചെയ്തു കഴിഞ്ഞാൽ ആരെ കിട്ടുക? ഇവിടെയുള്ള എറ്റിനെയാണ് കിട്ടുക. അതൊറ്റയടിക്ക് നിങ്ങൾക്ക് ഇക്വേഷനായിട്ട് അങ്ങ് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? 2x is equal to 8 minus 2, 2x is equal to 6, x is equal to 3 എന്ന് കിട്ടും. ഇത് സിമ്പിളായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ എല്ലാ മെട്രിക്സും എഴുതിയാലും ഇത് തന്നെ കിട്ടുക. നോക്കിക്കേ, 2x plus 2 equal to 8 എന്നാണ് കിട്ടുക അല്ലേ. 2x plus 2 equal to 8 എന്നാണ് കിട്ടുക. പക്ഷേ നിങ്ങൾ ഈ ഇവിടെയുള്ള മെട്രിക്സ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് ഇരിക്കുന്ന പൊസിഷൻ ഈ 2 കൊടുക്കാൻ മറക്കരുത്. 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ് ഇരിക്കുന്ന പൊസിഷനിലുള്ള ആളുമായിട്ട് ഇവിടെ നിന്ന് ഒരു അഡീഷൻ ഉണ്ട്, അത് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു ഇവിടെയുള്ള 8 ചെയ്യുക. സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞേ. ഈ എക്സ് പ്ലസ് വൈൻ്റെ പൊസിഷൻ ഫസ്റ്റിലാണ് അല്ലേ. അപ്പോൾ ഈ 1ഉം ഈ 8ഉം ആണ് നമുക്ക് ആവശ്യം അല്ലേ. അപ്പോൾ എടുക്കേ 2 × 1 2 പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8 എന്ന് വരും. കണ്ടോ, ഞാൻ മെട്രിക്സിനെ മൊത്തമായിട്ട് ചെയ്തിരുന്നെങ്കിലും എനിക്ക് അത് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ബാക്കിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സമയമാണ് അവിടെ പോകുന്നത്, നമുക്ക് ലാഭിക്കാം. എക്സ് നമുക്ക് ഓൾറെഡി 3 ആണെന്ന് കിട്ടി. 2 + 3 + y ഈക്വൽ ടു 8, y is equal to 8 - 5, വൈയും എന്ത് തന്നെയാണ്? 3 ആണെന്ന് കിട്ടി. അപ്പം എക്സും 3 ആണ്, വൈയും 3 ആണ്. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടിയില്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് നോക്കിയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ഓഫ് മെട്രിസസ്. അതായത് കൂട്ടാൻ പഠിച്ചു, ഇനി കുറയ്ക്കണം. വളരെ സിമ്പിളാണ്. 2 മെട്രിക്സ് തന്നു. ഇപ്പോൾ ഞാൻ എടുക്കുന്ന മെട്രിക്സ് 2 3 -1 0. ഓർഡർ സെയിം ആയാൽ മാത്രമേ നമുക്ക് സബ്ട്രാക്റ്റും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 4 6 4 2 0 എന്ന് എടുത്തോന്ന് വിചാരിക്കാം. നമ്മളെങ്ങനെയാണ് ആഡ് ചെയ്തത്? കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെൻസുകളെ എടുത്ത് നമ്മൾ കൂട്ടി.
അതുപോലെ കുറച്ചാൽ മതി, വളരെ സിമ്പിളാണ്. 2 - 6 അപ്പോൾ -4 വരും. 3 - 4 -1 വരും. -1 - 2 -1 - 2 എന്ന് പറഞ്ഞാൽ -3 -1 - 0 എന്ന് പറഞ്ഞാൽ -1 തന്നെ വരും. ഇതാണ് A - B എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇതാണ് വളരെ സിമ്പിളാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് എയുടെ നെഗറ്റീവ്. അപ്പം നമുക്ക് A തന്നു, ഈ മെട്രിക്സിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ എലമെൻസിനെയും -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവും കിട്ടും കേട്ടോ. വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിയേ, 2 മെട്രിക്സസ് ഉണ്ട്, എയും ബിയും. അങ്ങനെയാണെങ്കിൽ 2A - B കണ്ടുപിടിക്കണം. 2A - B എന്ന് പറഞ്ഞാൽ ആദ്യം എയിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൽ നിന്ന് ബിയെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തെടുക്കണം. എനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, അതിൽ നിന്ന് നമ്മൾ ബിയെ സബ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുക അല്ലേ. 2A എന്ന് പറഞ്ഞാൽ എന്ത് വരും? എല്ലാ എലമെൻസിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ. 2 4 6 4 6 2. ഇതിൽ നിന്ന് നമ്മൾ ബിയെ കുറയ്ക്കണം. 3 - 1 3 -1 0 2. ഓക്കെ, എങ്ങനെയാ? 2 - 3 -1 4 - -1. ഇവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. 4 - -1 എന്ന് പറഞ്ഞാൽ 4 + 1 5 ആകും. 6 - 3 3. 4 - -1 5. 6 - 0 6. 2 - 2 0. ഇതായിരിക്കും എന്ത് മക്കളെ? 2A - B. ആദ്യം 2വിനെ A എന്ന് പറയുന്ന സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് നമ്മൾ B കുറച്ചു. ഓക്കെ, ഈസി ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന എന്തൊക്കെയോ പോലെ ഉണ്ട് അല്ലേ. നോക്ക്, ഫസ്റ്റത്തെ പൊസിഷൻ നോക്കൂ. A² + B² - 2AB. ആരാ? A² + B² - 2AB ആരാണ്? A² + B² - 2AB വരും. ഇവിടെ B² + C² - 2BC വരും. ഇവിടെ A² + C² മൈനസ് ഉണ്ട് മക്കളെ, +2AC വരും. A² + B² + 2AB വരും. നമ്മുടെ ഐഡന്റിറ്റി ആണല്ലേ. A + B ഹോൾ² എക്സ്പാൻഷൻ അല്ലേ ഇത്. A² + B² - 2AB എന്ന് പറഞ്ഞാൽ A - B ഹോൾ സ്ക്വയർ. A - B ഹോൾ സ്ക്വയർ. ഇതെന്ത് വരും? B - C ഹോൾ സ്ക്വയർ. ഇവിടെ എന്ത് വരും? A + C ഹോൾ സ്ക്വയർ. ഇവിടെ A + B ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ മെട്രിക്സ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ. യെസ്. ഇനി ഇപ്പം നമ്മൾ ആഡ് ചെയ്ത മെട്രിക്സസ് ഇല്ലേ, നമ്മൾ മെട്രിക്സ് അഡിഷൻ പഠിച്ചു, മെട്രിക്സ് സബ്ട്രാക്ഷൻ പഠിച്ചു അല്ലേ. മെട്രിക്സ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർ പറയുന്നത് എയുടെ കൂടെ ബി, ഇപ്പം A - B എന്നാണെങ്കിൽ എയുടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? -B ആഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് പറയുക? മെട്രിക്സ് സബ്ട്രാക്ഷൻ പറയുക. അപ്പോൾ അതുകൊണ്ടാണ് മെട്രിക്സ് അഡിഷൻ മാത്രം പ്രോപ്പർട്ടി തന്നേക്കുന്നത്, സബ്ട്രാക്ഷൻ ഇല്ലാത്തത്. രണ്ടിനും കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കമ്മ്യൂട്ടേറ്റീവ് ആണ് മെട്രിക്സ് അഡിഷൻ. കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ A + B ചെയ്താലും B + A ചെയ്താലും സെയിം ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ ഇത്ര പറയാനുണ്ടോ? 2 + 3 ചെയ്താലും 3 + 2 ചെയ്താലും സെയിം അല്ലേ, ഇതൊക്കെ ഇത്ര പറയാനുണ്ടോ എന്ന് ചോദിക്കും അല്ലേ. ഓക്കെ, ഇത് ഇങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻസ് വരും. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം ഈ കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ് ചെയ്യണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് മക്കളെ, A + B = B + A ആണ്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ പഠിക്കും A × B എന്ന് പറഞ്ഞാൽ എപ്പോഴും B × A ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, A + B ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും മെട്രിക്സ് നമുക്ക് സെയിം ആണ് കിട്ടുക. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. A + B + C ഉണ്ട്. നമ്മൾ ആദ്യം AB ആഡ് ചെയ്തിട്ട് പിന്നെ C കൂട്ടുന്നതും എയുടെ കൂടെ ബിയും സിയും ആഡ് ചെയ്തിട്ട് കൂട്ടിയാലും സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടുക. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. എന്താണ് ഈ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻഡിജേഴ്സ് എടുക്കാം. ഓക്കെ, നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ -1 -2 1 0 1 2 3 നമ്മുടെ നമ്പേഴ്സ് അല്ലേ. അതിൻ്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്താണ്? നമുക്കൊരു -5ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് -5 തന്നെ കിട്ടുക? -5ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ -5 തന്നെ കിട്ടുക? 0 കൂട്ടിയാലാണ് നമുക്ക് -5 തന്നെ കിട്ടുക അല്ലേ. 0 കൂട്ടിയാലാണ് -5 തന്നെ കിട്ടുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുക. ഐഡന്റിറ്റി തന്നെ എന്ത് കൂട്ടിയാലാണ് സെയിം നമ്പർ കിട്ടുക? 0 ആണ്. അപ്പോൾ 0 ആണ് എന്ത്? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതേപോലെ മെട്രിക്സിൻ്റെ കേസിലും നമ്മുടെ 0 മെട്രിക്സ് ഇല്ലേ, 0 മെട്രിക്സ്,
അദ്ദേഹമാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എന്ത് ഓർഡർ ആണോ അതേ ഓർഡറിലുള്ള സീറോ മെട്രിക്സ് ആയിരിക്കും അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. സീറോൻ്റെ കൂടെ ഏത് മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ മെട്രിക്സ് തന്നെ കിട്ടും. എ പ്ലസ് സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ തന്നെ കിട്ടും. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് -5ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് ഈ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള സീറോ കിട്ടുക? -5ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള സീറോ കിട്ടുക? 5 കൂട്ടിയാലാണ് അല്ലേ? ശരിയല്ലേ? -5ൻ്റെ കൂടെ നമ്മൾ 5 കൂട്ടുമ്പോഴാണ് നമുക്ക് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള സീറോ കിട്ടുക. അങ്ങനെയാണെങ്കിൽ -5ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അഡിഷൻ ആണെങ്കിൽ -5ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 5, 5ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -5. ഓക്കെ, നെഗറ്റീവ് ഇട്ടാൽ മതി. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? -a ആയിരിക്കും അല്ലേ? ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, യെസ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റെഡി? ഇത് നോക്കിയേ, ഇത് നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ് കേട്ടോ. എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയുള്ള എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്? 2a + 3x = 5b. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് മെട്രിക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, 2x + 4 = 9. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ലേ? എങ്ങനെ ചെയ്യും? ഇവിടുന്ന് എക്സിനെ മാത്രം മാറ്റി നിർത്തും അല്ലേ? ഇങ്ങനെ കൊണ്ടുപോകും. ഇവിടുന്ന് 9 - 4/2 എന്ന് പറഞ്ഞ് എക്സിനെ കണ്ടുപിടിക്കുമല്ലേ? അത് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് എന്താ 3x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5b - 2a ആണ് അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരിക്കും? 1/3 × 5b - 2a ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തുകൂടെ? ഓക്കെ, ആദ്യം എന്ത് വേണം? നമ്മൾ ആദ്യം ബിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് നമുക്ക് ആഡ് ഇവിടേക്ക് എഴുതിയാൽ മതി. ചെയ്ത് നോക്കാം അല്ലേ? നോക്കിയേ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ബി എന്ന് പറയുന്ന മെട്രിക്സിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. എല്ലാ എലമെൻസിനെയും നമ്മൾ ബിയിലുള്ള എല്ലാ എലമെൻസിനെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കിയേ, 10 - 10, 5 × 4 20, 5 × 2 10, 5 × -5 -25, 5 × 1 5. ഈ 1/3 കോമൺ ആയിട്ടുള്ള ആളാണ്. ഞാനിവിടെ ഒരു ബ്രാക്കറ്റും കൂടെ ഇടാം. ഓക്കെ, ഇതിൻ്റെ കൂടെ -2a, അതായത് -2 × a. ഇതാണ് എ. എയിലുള്ള എല്ലാ എലിമെൻസിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യുക. ചെയ്ത് നോക്കിയേ, 2 × 8, 2 × 8 16, 2 × 0 0, 2 × 4 8, 2 × -2 -4, 2 × 3 6, 2 × 6 12. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് 1/3 വെച്ച് ഒന്ന് ഡിവൈഡും കൂടെ ചെയ്ത് 1/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. എക്സ് എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ചെയ്തേ. 10 - 16, 10 - 16 എന്ന് പറഞ്ഞാൽ -6 ആണ് അല്ലേ? ഇനി എന്തുകൂടി ചെയ്യണം? -6 / 3. ഓക്കെ, ഞാനത് ജസ്റ്റ് 1/3 പുറത്തിടാം, കുഴപ്പമില്ല. 10 - 6 എന്ന് പറഞ്ഞാൽ -6, -10 - 0 എന്ന് പറഞ്ഞാൽ -10, 20 - 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 വരും. 12. 10 - -4 എന്ന് പറഞ്ഞാൽ 14 വരും. -25 - 6 എന്ന് പറഞ്ഞാൽ -31 വരും. -25 - 12 -25 അല്ലല്ലോ, 5. 5 - 12, 5 - 12 എന്ന് പറഞ്ഞാൽ -7 വരും. -7 വരും അല്ലേ? ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 3നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാം നമുക്ക് ഇൻറ്റിജർ ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന അതേ രീതിയിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു കണ്ടീഷനെ അപ്രോച്ച് ചെയ്താൽ മതി. x = എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ ഒരിക്കലും ഈ മെട്രിക്സ് എ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലൊന്നും വരരുത്. അങ്ങനെയൊന്നും ചെയ്ത് കളയരുത്, അങ്ങനത്തെ അക്രമങ്ങളിലേക്ക് പോകരുത്. കാരണം നമുക്ക് വേറെയാണ് ഓപ്പറേഷൻസ്. ഡിവിഷൻ ബൈ എന്ന് പറയുന്ന ഓപ്പറേഷൻ മെട്രിക്സിലില്ല, ഇൻവേഴ്സ് ഒക്കെ എടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അങ്ങനത്തെ നിങ്ങൾക്ക് വരുള്ളൂ, പേടിക്കൊന്നും വേണ്ട. പക്ഷെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, തെറ്റിപ്പോവാതെ ബൈ മെട്രിക്സ് ചെയ്യുന്നൊന്നും വരരുത്. അങ്ങനെ വന്നാൽ തെറ്റിയതാണ് അർത്ഥം. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ബോർഡ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഈ ഒരു ഫോമാറ്റിലുള്ള ചോദ്യം. അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എക്സും വൈയും മെട്രിക്സസ് ആണ്.
എക്സ് എന്ന് പറയുന്ന മെട്രിക്സും വൈയും തന്നിട്ടില്ല, പക്ഷെ തന്നിരിക്കുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും തന്നിട്ടുണ്ട്. രണ്ട് മെട്രിക്സിന്റെ സമ്മും ഡിഫറൻസും നമുക്ക് തന്നിട്ടുണ്ട്. മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു സം 8ഉം എ മൈനസ് ബി ഈക്വൽ ടു ഒരു 0യും തന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കൂ എന്ന് പറയില്ലേ? അതേപോലെ തന്നെ അപ്പം ഇങ്ങനെ വരുന്ന ഇക്വേഷൻസ് ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുക? നമ്മൾ ഒന്നുകിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2a + 0 = 8 എന്ന് കിട്ടും, a = 4 എന്ന് കിട്ടും അല്ലേ? എന്നിട്ട് ആ എനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ബി കണ്ടുപിടിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ നോർമലി ഇക്വേഷൻസിന് ചെയ്യുക? അതേപോലെ ഇവിടെയും ചെയ്താൽ മതി. നോക്കിയേ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന മെട്രിക്സ് 7 0 2 5 ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന മെട്രിക്സ് ആണെങ്കിലോ 3 0 0 3 ആണ്. 2-3 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുക. രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സും എക്സും ക്യാൻസൽ ആയി പോവും, 2y = എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ റൈറ്റ് സൈഡിലും അതേ ഓപ്പറേഷൻ ചെയ്യാം. ആഡ് ആണെങ്കിൽ ലെഫ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ജസ്റ്റ് ആഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സാധനത്തിനെയും ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കിയേ, എക്സ് പ്ലസ് എക്സ് 2x വരും, y പ്ലസ് മൈനസ് y 0 വരും. ഈ രണ്ട് മെട്രിക്സും കൂടെ ആഡ് ചെയ്തേ, 7ഉം 3ഉം 10, 0 + 0 0, 2 + 0 2, 5 + 3 8 എന്ന്. അതായത് 2x = ഈ മെട്രിക്സ്. അപ്പോൾ എക്സ് എന്ത് വന്നു? അപ്പോൾ എക്സ് വരുന്നത് ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ 5 0 1 4 ആയിരിക്കും എക്സ് വരിക. ക്ലിയർ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഈ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വൈ കിട്ടും. അങ്ങനെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഈ എക്സിന് ഇവിടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. വൈ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഈ എക്സിനെ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും y = ഈ മെട്രിക്സ് മൈനസ് എക്സ് എന്ന് കിട്ടും അല്ലേ? അങ്ങനെ ചെയ്താലും മതി. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ മെട്രിക്സ് എന്താണ്? 7 0 2 5 ആണ്. ഞാൻ അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? അവിടുന്ന് ഞാൻ ഈ എക്സിനെ എടുത്തിട്ട് ഇപ്പുറ സൈഡിലേക്ക് മൈനസ് ചെയ്യാണ്. മൈനസ് എക്സ് എന്ന് പറഞ്ഞ് എഴുതുകയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എക്സ് എന്ന് പറഞ്ഞാൽ 5 0 1 4 ആണ് അല്ലേ? ഒന്ന് ചെയ്ത് 7 - 5 2, 0 - 0 0, 2 - 1 1, 5 - 4 1. അപ്പോൾ ഇതായിരിക്കും y. എക്സും കിട്ടി, വൈയും കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ എക്സ് കണ്ടുപിടിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആഡ് ചെയ്തപ്പോൾ 2x എന്ന് പറഞ്ഞ് കിട്ടിയതുപോലെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2y എന്ന് പറഞ്ഞ് കിട്ടും. അവിടെ നിന്ന് y കണ്ടുപിടിച്ചാലും മതി. നിങ്ങളുടെ ഒരു കൺവീനിയൻസ് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് നോക്കിയിട്ട് ചെയ്യാം. എക്സും കിട്ടി, വൈയും കിട്ടി. ഈ ക്വസ്റ്റ്യൻ മക്കളെ പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വാല്യൂസ് മാത്രം മാറി മാറി വരുന്ന ഒരു രീതിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനിയാണ് നമുക്ക് മേജറായിട്ടുള്ള ഒരു കൺസെപ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. ഇത്രയും നേരം നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്തു പോകായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ എത്തുമ്പോൾ നമ്മൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ആഡ് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു? ഓർഡർ സെയിം ആയിരിക്കണം അല്ലേ? ഡിഫറൻസ് ആണെങ്കിലും ഓർഡർ സെയിം ആയിരിക്കണം. മൾട്ടിപ്ലൈ ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന് എത്ര കോളംസ് ഉണ്ടോ അത്രയും തന്നെ റോസ് ആയിരിക്കണം സെക്കൻഡ് മെട്രിക്സിനും ഉണ്ടാവുന്നത്. അതായത് ഫസ്റ്റിലെ മെട്രിക്സിൻ്റെ ഓർഡർ m/p ആണെങ്കിൽ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ ഒരു p/n ആയിരിക്കണം. ഇവിടെയുള്ള ഫസ്റ്റ് മെട്രിക്സ് എയുടെ നമ്പർ ഓഫ് കോളംസും നമ്മൾ രണ്ടാമത് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മക്കളെ എക്സാമ്പിളോട് ഒന്ന് പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 3/2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഓർഡർ എന്തായിരിക്കണം? ബിയുടെ ഓർഡർ തുടങ്ങുന്നത് 2-ലായിരിക്കണം. അതായത് എക്ക് ഇവിടെ 2 കോളം ഉണ്ടെന്നാണ് 3/2 കൊണ്ട് മനസ്സിലാവാൻ പറ്റുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബിക്ക് 2 റോ ഉണ്ടായിരിക്കണം. കോളം എത്രയായാലും പ്രശ്നമല്ല. അതിപ്പോൾ ഒരു 5ഓ 4ഓ 3ഓ 2ഓ എന്തായാലും പ്രശ്നമല്ല. മനസ്സിലായോ? നമ്മുടെ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ എക്ക് എത്ര കോളം ഉണ്ടോ അത്രയും റോസ് ആയിരിക്കണം ബിക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഇവിടെ അവസാനിക്കുന്ന നമ്പറിലായിരിക്കണം ഇവിടെ തുടങ്ങുന്നത്. ഈ 2 നമ്പറും എന്തായാലും പ്രശ്നമില്ല. ഓക്കെ, ഇനി അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പർ ഒരു മെട്രിക്സ് ഉണ്ടാവില്ലേ? എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇല്ലേ? ഇയാളുടെ ഓർഡർ എന്തായിരിക്കും അറിയോ? അതാണ് അതിലൊരു രസം. 3/4 ആയിരിക്കും. ഇയാളുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് ഇൻറ്റു ഇവിടുത്തെ നമ്പർ ഓഫ്
കോളംസ് ആയിരിക്കും. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് m/p ഓർഡർ ഉള്ളതാണെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ p/n ആയിരിക്കണം. ആൻഡ് എ ബിയുടെ ഓർഡർ എന്തായിരിക്കണം? ഓർഡർ ഓഫ് എ ബി എന്ന് പറയുന്നത് ഈ m/n ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് ഓർഡർ ഇങ്ങനെ വന്നാൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ഇക്വാലിറ്റി അല്ല വേണ്ടത്. നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ്. ഇതാണ് നമുക്ക് ആവശ്യം. റെഡി? യെസ്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ശ്രദ്ധിക്കണം മക്കളെ. നമുക്ക് കുറച്ച് ഇവിടെ ഒരു പ്രൊസീജിയർ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഓർഡർ ഒന്ന് നോക്കിയേ. 2/2 ആണ് അല്ലേ? ഇതോ 2/3 ആണ്. 2 ആണ്, 2 ആണ്. പ്രശ്നമുണ്ടോ? ഇല്ല. സേഫ് ആണ്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി പുതിയ മെട്രിക്സ് എ ബിയുടെ ഓർഡർ എത്രയായിരിക്കും? 2/3 ആയിരിക്കും എ ബിയുടെ ഓർഡർ അല്ലേ? എ ബിയുടെ ഓർഡർ 2/3 ആയിരിക്കും. ഓക്കെ. ഇനി എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഫസ്റ്റ് റോ എടുക്കാം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക. സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എടുക്കുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക, സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് 6 × 2 ചെയ്യുക. ഇവിടുത്തെ ഫസ്റ്റ് ആളെയും ഇവിടുത്തെ ഫസ്റ്റ് ആളെയും മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 2 ചെയ്യാം. ഓക്കെ, 6 × 2 പ്ലസ് 9 × 7. 9 × 7 അതായിരിക്കും എ ബിയിലെ ഫസ്റ്റ് എലമെൻറ്റ്. നമ്മൾ എന്താ ചെയ്തേ? ഫസ്റ്റ് റോയും ഇവിടുത്തെ ഫസ്റ്റ് കോളവും എടുത്തു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി. A11 എന്ന് പറയുന്ന എലമെൻറ്റിന് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ എലമെൻറ്റിന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് ഈ റോയ്ക്ക് വ്യത്യാസം വരുന്നില്ല, പക്ഷേ നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്ന കോളം മാറി. കാരണം ഇവിടെ നമ്മൾ കോളം മാറിയല്ലോ. അപ്പോൾ ഇവിടെ ഇനി എന്ത് ചെയ്യുക? ഈ കോളത്തിലേക്ക് വരിക. റോയ്ക്ക് മാറ്റമില്ല കേട്ടോ. റോ സെയിം തന്നെ. നമ്മൾ ഈ റോയിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് റോ സെയിം തന്നെ വെക്കുക. പക്ഷേ കോളം മാറിയത് കൊണ്ട് ഇവിടുത്തെ കോളം എടുക്കുക. ഇനി അതേപോലെ 6 × 6 6 × 6 പ്ലസ് 9 × 9 9 × 9. ഇനി ആ കോളത്തിലെ ആളുകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ? അടുത്ത കോളം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സെയിം പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 0 6 × 0 പ്ലസ് 9 × 8 9 × 8. ഇതായിരിക്കും നമ്മുടെ പുതിയ മെട്രിക്സിലുള്ള ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് റോ വെച്ചിട്ട് ഇവിടുത്തെ ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് റോ വെച്ച് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് റോ വെച്ച് തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? അടുത്ത റോയിലേക്ക് പോവാം. ഇവിടെയുള്ള ആശാന്മാരുടെ അടുത്ത് നിന്ന് നമുക്ക് അടുത്ത റോയിലേക്ക് പോവാം. ഓക്കെ, ഈ റോ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് 2 എടുക്കാം. ഓക്കെ, 2 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് കോളം വീണ്ടും എടുക്കുക. 2 × 2 2 × 2 പ്ലസ് 3 × 7. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വന്നപ്പോൾ ഇവിടെ റോ മാറ്റി ഫസ്റ്റ് കോളമായിട്ട് എലമെൻറ്റ്സ് നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഫസ്റ്റത്തെ കോളം കഴിഞ്ഞു. ഇനി നമ്മൾ ഇദ്ദേഹത്തെ എടുക്കാൻ പോവാണ്. 2 × 6 2 × 6 പ്ലസ് 3 × 9 3 × 9. ഓക്കെ, ഇനി അടുത്തത് 2 × 0 2 × 0 പ്ലസ് 3 × 8. ഇതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് എ ബി ആയി. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക. എന്താ ആൻസർ വരുന്നത് നോക്കിയേ? എ ബി ഈക്വൽ ടു 6 × 12 12 പ്ലസ് 9 × 6 63 ആണ്. അപ്പോൾ 75 വരും ഇവിടെ. ഇനി 36 പ്ലസ് 81 അപ്പോൾ എത്ര വരും? 7 വരും. 117 വരും. 117. ഇനി 6 × 0 0 പ്ലസ് 9 × 8 72. ഇവിടെയോ 4 പ്ലസ് 21 25 12 പ്ലസ് 27 38 0 പ്ലസ് 24. ഇതാണ് നമ്മുടെ മെട്രിക്സ് എ ബി. ഓർഡർ നോക്കിക്കേ, 2/3 അല്ലേ? ദേ നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നു ആദ്യമേ 2/3 മെട്രിക്സ് ആയിരിക്കും എന്നുള്ളത്. സോ ഇതാണ് നമുക്ക് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ്. സിമ്പിൾ ആണല്ലോ. ആദ്യം എന്തെടുത്തു? ഈ റോ എടുത്തു, ഇവിടുത്തെ കോളം എടുത്തു. ആ കോളം കഴിഞ്ഞപ്പോൾ അടുത്ത കോളം എടുത്തു, അടുത്ത കോളം എടുത്തു. എല്ലാം അവിടുത്തെ കോളംസ് ഒക്കെ ഫസ്റ്റ് റോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് റോ എടുത്തു. വീണ്ടും അതേ പ്രൊസീജിയർ. ഇനി ഒരു റോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് തരാം. ക്ലിയർ ആണല്ലോ? യെസ്,
ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ട കാര്യമുണ്ട്. കാരണം ആ ഓർഡറൊക്കെ ഒന്ന് കൃത്യമായിട്ട് കയ്യിൽ വരണം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ മിസ്റ്റേക്സ് വരാൻ സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. അപ്പോൾ എഴുതി തന്നെ പഠിക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എ ബിയും ബി എയും കണ്ടുപിടിക്കേണ്ടതുണ്ട് കേട്ടോ. എ ബിയും ബി എയും നോക്കിയേ, എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഓർഡർ എന്താണ് വരുന്നത്? 2/3 ആണ്, ഇത് 3/2 ആണ് അല്ലേ. അപ്പോൾ 2/2 മെട്രിക്സ് ആയിരിക്കും നമുക്ക് എ ബി കിട്ടുക. എ ബിയുടെ ഓർഡർ എന്തായിരിക്കും? എ ബിയുടെ ഓർഡർ 2/2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് റോ എടുത്തേ. ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക, കറസ്പോണ്ടിങ് എലിമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് എഴുതാം. 2 × 1 2 പ്ലസ് -2 × 4 -8 പ്ലസ് 3 × 2 6. ഫസ്റ്റ് എലിമെൻ്റ് ആയി. അടുത്തത് 2 × 3 അല്ല 1 × 3 3 പ്ലസ് -2 × 5 -10 പ്ലസ് 3 × 1 3. ഫസ്റ്റ് റോ ആയി കഴിഞ്ഞു. അടുത്ത റോ എടുക്കുകയാണ് കേട്ടോ. -2 × 4 -8 2 × 4 പ്ലസ് 8 5 × 2 10. അടുത്ത നോക്കിയേ, -4 × 3 -12 2 × 5 10 ആൻഡ് 5 × 1 5. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? ഇത് 0 ആയി പോയി. ഇവിടെയോ 6 - 10 എന്ന് പറഞ്ഞാൽ -4 വരും. ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 10 വരും. ഇവിടെ 10 + 15 - 12 എന്ന് പറഞ്ഞാൽ 3 വരും. ഇതായിരിക്കും എന്ത് വരിക? എ ബി എന്ന് പറയുന്ന മെട്രിക്സ് വരിക. ഓക്കെ, ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? ബി എ കണ്ടുപിടിക്കുകയാണ്. ബി എ നമുക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കണം അല്ലേ. ബി എൻ്റെ ഓർഡർ എന്തായിരിക്കും? ബി എന്ന് പറഞ്ഞാൽ 3/2 ആണ്, എ എന്ന് പറഞ്ഞാൽ 2/3 ആണ്. കുഴപ്പമില്ല അല്ലേ. ഇവിടെ 2ൽ എൻഡ് ചെയ്യുന്നു, ഇവിടെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓർഡർ പെർഫെക്റ്റ് ആണ്. പുതിയ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3/3 മെട്രിക്സ് ആയിരിക്കും. യെസ്, ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മൾ ബി എന്നുള്ള റോ എടുക്കണം, ഇങ്ങനെ കോളം എടുക്കണം. ബി × എ ആണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഇവിടുന്ന് റോ എടുക്കണം, ഇവിടുന്ന് കോളം എടുക്കണം. എങ്ങനെ വരിക? 2 × 1 2 പ്ലസ് 3 × -4 12 അടുത്ത ഇതേ കോളം റോ തന്നെ കോളം മാറ്റിയെടുക്കുക. 2 × -4 പിന്നെ 3 × 2 6. പിന്നെ അടുത്ത കോളത്തിലേക്ക് മാറുകയാണ്. ഈ കോളം എടുക്കുക. 2 × 3 6 വരും. പിന്നെ 3 × 5 15 വരും. ഫസ്റ്റ് റോ ആയി. ഓക്കെ, ഇതേപോലെ നമുക്ക് ബാക്കിയും ചെയ്യാം. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഇത് എന്തിനാണ് ചെയ്ത് വരുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എ ബിയുടെ ഓർഡർ എത്രയാ? 2/2 ആണല്ലേ. ഇവിടെ ബി യുടെ ഓർഡർ എത്രയാ? 3/3 ആണ്. ഈ രണ്ട് മെട്രിക്സസും സെയിം ആയിരിക്കുമോ? എ ബിയും ബി എയും സെയിം ആയിരിക്കുമോ? ആയിരിക്കില്ല അല്ലേ. എന്തുകൊണ്ടാണ്? നമുക്ക് രണ്ട് മെട്രിക്സസ് ഈക്വൽ ആയിരിക്കണമെങ്കിൽ അതിന് ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഓർഡർ സെയിം ആയിരിക്കണം. ഓർഡർ സെയിം ആണോ? അല്ല. ഒന്ന് 2/2 ഒന്ന് 3/3 ആണ്. ഇവർ ഒരു കാരണവശാലും ഈക്വൽ ആവില്ല. അപ്പം ഞാൻ നേരത്തെ അഡിഷൻ്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി പറഞ്ഞപ്പം A + B = B + A ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? A × B ചെയ്താൽ B × A കിട്ടണമെന്നില്ല. കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്ന സാഹചര്യങ്ങൾ വരും, പക്ഷേ എപ്പോഴും ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം നിങ്ങൾ ഇതിപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. BA ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കില്ല? AB ആയിരിക്കില്ല. കാരണം ഓർഡർ തന്നെ വേറെ വേറെയാണ്. ശരിയല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാം AB ≠ BA. എ ബിയും ബി എ ആവുന്ന മെട്രിക്സ് ഉണ്ടാവും മക്കളെ, പക്ഷേ എപ്പോഴും അത് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് ജനറലി എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പം നിങ്ങളോട് എ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എ ബി തന്നെ ചെയ്യണം. ആദ്യം എ വെച്ച് രണ്ടാമത് ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം തെറ്റും, മാർക്ക് കിട്ടില്ല. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ അഡീഷൻ്റെ പ്രോപ്പർട്ടീസിൽ കമ്മ്യൂട്ടേറ്റിവിറ്റിയും അസോസിയേറ്റിവിറ്റിയും ഒക്കെ പറഞ്ഞു. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ഉണ്ടാവുമോ? ഇല്ല, ഉണ്ടാവില്ല എന്നാണ് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത്. അസോസിയേറ്റീവ് ആണ്. അതായത് നമ്മൾ A × B × C ചെയ്താലും A × B ചെയ്തിട്ട് പിന്നെ C മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ മെട്രിക്സ് ആണ് കിട്ടുക. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ A × B + C. ഓക്കെ, A × B + C. അതായത് രണ്ട് മെട്രിക്സസ് ആഡ് ചെയ്തിട്ട് വേറൊരു മെട്രിക്സ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും A × B + A × C ചെയ്താലും സെയിം ആയിരിക്കും. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റീൻ്റെ എക്സിസ്റ്റൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ
നേരത്തെ ഐഡന്റിറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്തിൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് അതേ എലമെൻ്റ് എന്ന് കിട്ടുക അല്ലേ. 5ൻ്റെ കൂടെ 0 കൂട്ടിയാൽ 5 എന്ന് കിട്ടും. അപ്പോൾ 0 ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും? 5ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 5 തന്നെ കിട്ടുക? 5ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 5 കിട്ടും. യെസ്, 1 മൾട്ടിപ്ലൈ ചെയ്താലാണ് 5 തന്നെ കിട്ടുക അല്ലേ. അപ്പോൾ 1 ആണ് 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അല്ലെങ്കിൽ ഇൻഡിജേഴ്സിൻ്റെയും ഒക്കെ റിയൽ നമ്പേഴ്സിൻ്റെയും ഒക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 ആണ്. അപ്പോൾ മെട്രിക്സിൻ്റെ കേസിൽ ആരായിരിക്കും? അവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആണെന്ന് പറഞ്ഞു. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് പഠിച്ചത് ഓർമ്മയുണ്ടോ? 1 0 0 0 1 0 0 0 1 അല്ലേ. ഇദ്ദേഹം ആയിരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഇയാളുടെ കൂടെ നമ്മൾ എ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താലും റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? എ തന്നെയാണ് കിട്ടുക. ക്ലിയർ ആണോ? അപ്പം ഏയുടെ ഓർഡർ എന്താണോ അതേ ഓർഡർ ഉള്ള സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അവിടെ എ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓർഡർ സെയിം ആയിരിക്കണ്ടേ, നല്ല ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെട്രിക്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 3x3 മെട്രിക്സ് ആണ്. ജസ്റ്റ് ഒരു ഫസ്റ്റത്തെ ഒരു റോ ഞാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തിടാം. ബാക്കി നിങ്ങൾ എന്തായാലും ഫിനിഷ് ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ട് വെച്ചൊരു പ്രാക്ടീസ് പ്രോബ്ലം ആയിട്ടാണ് ഇതിട്ടേക്കുന്നത്. നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഫസ്റ്റ് റോ ഞാൻ ചെയ്യുന്നുണ്ട്. നോക്കിയേ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക അല്ലേ. മൾട്ടിപ്ലൈ ചെയ്തേ. 2 × 1 2 + 3 × 0 0 + 4 × 3 12 കഴിഞ്ഞു. ഇനി അടുത്ത കോളം എടുക്കുക. അടുത്ത കോളം എടുത്താൽ 2 × -3 -6 + 3 × 2 6 + 4 × 0 0. പിന്നെ 2 × 5 10. അടുത്ത കോളത്തിലേക്ക് പോയേ. 2 × 5 10 + 3 × 4 12 + 5 × 2 5 × 4 20. സിമ്പിളായിട്ട്. അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി അടുത്ത റോ ഇതേപോലെ ചെയ്യുക. ഇതൊന്ന് ഫിനിഷ് ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, എന്നിട്ട് നിങ്ങൾ കിട്ടുന്ന ആൻസർ എന്താണെന്നുള്ളത് നന്നായിട്ട് നോക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക. മിസ്റ്റേക്സ് വരാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് പ്രോബ്ലം ആയിട്ട് അതിട്ടേക്കുന്നത്. റെഡി ആണല്ലോ? യെസ്. ഇനി കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൺസിഡർ ദ മെട്രിക്സ് 3 - 2 4 - 2. ഫൈൻഡ് a². Find k so that a² = ki - 2i. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് വരിക. മട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അപ്പം നമ്മൾ കയ്യിലാക്കി വെച്ചാലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്ത് മിസ്റ്റേക്സ് ഇല്ലാണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ മെട്രിക്സിൽ a² എന്തായിരിക്കും? a² എന്ന് പറഞ്ഞാൽ എനെ നമ്മൾ എ തന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് അല്ലേ. പെട്ടെന്ന് ചെയ്യാലോ. 3 - 2 4 - 2 × 3 - 2 4 - 2 അല്ലേ. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. 2/2 ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 3 × 3 ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക കേട്ടോ. 3 × 3 9 -8. പിന്നെ അടുത്ത കോളത്തിലേക്ക് പോവാം. 3 × -6 -6 2 × -2 +4 4 × 3 12 -8 4 × -2 -8 -2 × -2 +4. അപ്പോൾ ആൻസർ എന്ത് വരും? 9 - 8 1 -2 വരും. ഇവിടെ 4 വരും. ഇവിടെ -4 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് a². ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് എൻ്റെ ഓർമ്മയിൽ അത് 1 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു തോന്നുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഇനി അടുത്ത ടാസ്ക് എന്താണ്? അടുത്ത ടാസ്ക് നിങ്ങൾക്ക് ഇവിടുന്ന് k കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് a² എന്ന് പറഞ്ഞാൽ KA - 2i ആണ്. അങ്ങനെയാണെങ്കിൽ k കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അതായത് a² എന്ന് പറഞ്ഞാൽ എന്താ? 1 - 2 4 - 4 = സം k × a എത്രയാ? 3 - 2 4 - 2 അല്ലേ. -2i. എന്താണ് i? തൊട്ട് മുന്നേ പഠിച്ചില്ലേ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 0 0 1. 2/2 ആയതുകൊണ്ട് അങ്ങനെയാണ് വരിക. 1 0 0 1. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിത് മൊത്തം സോൾവ് ചെയ്യേണ്ട കാര്യമുണ്ടോ k കണ്ടുപിടിക്കണമെങ്കിൽ? എല്ലാ മെട്രിക്സ് ഒക്കെ എഴുതി ഫുൾ ചെയ്യണോ? വേണ്ടടാ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരൊറ്റ സാധനം എടുക്കുക. നമുക്കില്ലേ k വെച്ച് നമ്മൾ എന്തായാലും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. നമ്മൾ ഈ ഫസ്റ്റ് എലമെൻറ്റിങ് എടുക്കുക. ഇവിടുന്ന് ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക, ഇവിടുന്ന് ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക. അപ്പോൾ 1 = 3k - 2 എന്ന് കിട്ടും.
ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൈൻ മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. പുറത്ത് ഇതേപോലെ കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കാം. ഓർഡർ ഒന്നും മാറിപ്പോകരുത്. അപ്പം നിങ്ങൾ മൊത്തം മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം അങ്ങ് എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 3k = 1 + 2k എന്ത് വരും? 3/3 1 ആണെന്ന് വരും. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടിയില്ലേ? യെസ്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ചോദ്യം 3 മാർക്കും വളരെ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇത് കണ്ടോ, ഇതൊരു നിങ്ങളുടെ ഇപ്പോൾ ഒരു മോഡൽ എക്സാമിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ക്വസ്റ്റൻ ആണ്. f(x) എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നു. f(x) എന്ന് പറഞ്ഞ് തരാൻ കാരണം നമ്പേഴ്സ് അല്ലല്ലോ, ഫംഗ്ഷൻ ആയിട്ടുള്ള തന്നേക്കുന്നത്. അതുകൊണ്ടാണ് f(x) എന്ന് പറഞ്ഞ് നമുക്ക് തന്നത് ഇതാണ്. cos x - sin x 0, sin x cos x 0, 0, 0, 1. ഷോ ദാറ്റ് f(x) × f(y) = f(x + y). കാണുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ആകും, പക്ഷെ വളരെ സിമ്പിളാണ്. ഈ f(y) എന്ന് പറഞ്ഞാൽ ആരാ? f(x) എന്ന് പറഞ്ഞിട്ടാണ് ഈ എക്സിൻ്റെ ഫംഗ്ഷൻസ് മൊത്തം തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ f(y) എന്ന് പറഞ്ഞാൽ എക്സിന് പകരം y ഇട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? cos y - sin y 0, sin y cos y 0, 0, 0, 1. ഇനി എന്താ ചെയ്യണ്ടേ? ഇവർ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് f(x + y) ആണെന്ന് പ്രൂവ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, എന്താ വരുന്നേ നോക്ക്. f(x × f(y). ഇവിടുത്തെ ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്തേ. cos x × cos y, cos x × cos y പ്ലസ് -sin x × sin x × sin y. അപ്പം മൈനസ് sin x × sin y പ്ലസ് 0 × 0 ചെയ്യണോ? 0 ആണ്, അതങ്ങനെ തന്നെ. ഓക്കെ, 0 ജസ്റ്റ് എഴുതാം. ഇനി അതേ റോ വെച്ച് ഈ അടുത്ത കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തേ. ഫസ്റ്റ് എന്താ വരുന്നത്? cos x × -sin y. അപ്പം -cos x sin y. ഇനി സെക്കൻഡ് എലമെൻറ്റും ഈ എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം -sin x cos y, -sin x cos y. ഇതും 0 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ, ഇനി എന്താ വരുന്നത്? ഈ സാധനത്തിന് നമ്മൾ ഈ കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഈ കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. cos x × 0, 0, sin x × 0, 0, 0 × 1, 0. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ് മൊത്തത്തിൽ എന്തായി? 0 ആണെന്ന് കിട്ടി. ഓക്കെ, നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരണം. കാരണം നിങ്ങൾ ഓൾറെഡി +1 ഐഡൻറ്റിറ്റീസും ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചതല്ലേ? എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, അടുത്തും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അടുത്ത റോ എടുക്കുക, ഈ റോ എടുത്തിട്ട് കോളം മൾട്ടിപ്ലൈ ചെയ്തേ. sin x × cos y, sin x × cos y പ്ലസ് cos x × sin y, cos x × sin y പ്ലസ് 0 × 0 ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത കോളം എടുക്കുക, sin x × -sin y. അപ്പോൾ sin x sin y, cos x × cos y പ്ലസ് cos x cos y പ്ലസ് 0, 0 പ്ലസ് 0, 0 തന്നെ കിട്ടും അല്ലേ? അവിടെ 0, ലാസ്റ്റ് കോളത്തിൽ 0 ആയിരിക്കും, കാരണം ഇതിന് നമ്മൾ ഇത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. സിമ്പിൾ അല്ലടാ. ഇനി അടുത്ത 0 കൊണ്ട് നമ്മൾ ഇതിന് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ് വരിക. ഇവിടെ 0 വരും. ഈ സീറോസിനെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഇവിടെയും 0 കിട്ടും. പിന്നെ ലാസ്റ്റ് മാത്രം നോക്ക്, ഈ 0യും ഈ കോളവും ആണ് വരിക. ലാസ്റ്റ് ഒരു 1 വരും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഈ പറഞ്ഞ f(x + y) നമ്മൾ എങ്ങനെ എത്തുക? നിങ്ങൾ നോക്കിക്കേ, cos x cos y minus sin x sin y. എന്താ അത്? cos x cos y minus sin x sin y. അത് നമുക്കറിയാവുന്ന കേസല്ലേ? cos of x + y ആണല്ലേ? അതിന് നമുക്ക് എങ്ങനെ എഴുതാം? cos of x + y ആണ്. സോ ഫസ്റ്റത്തെ ടേമിന് നമുക്ക് എഴുതാം cos of x + y. cos of x + y അല്ലേ? cos x cos y minus sin x sin y. ഇനി അടുത്ത ടേം നോക്കിക്കേ, രണ്ടും നെഗറ്റീവ് വരുന്നൊരു സാധനം നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് രണ്ടും കോമൺ ആയിട്ടൊരു നെഗറ്റീവ് പുറത്തെടുക്കാം. ഇവിടുന്ന് നെഗറ്റീവ് പുറത്തെടുത്താൽ cos x sin y പ്ലസ് sin x cos y. ആരാ അത്? sin x cos x sin y പ്ലസ് sin x cos y എന്ന് പറഞ്ഞാൽ sin of x + y ആണ്. ഒരു നെഗറ്റീവ് പുറത്തുണ്ടെന്ന് മറക്കരുത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് sin of x + y. ലാസ്റ്റ് ടേം 0 ആയിരുന്നില്ലേ? അതിന് അങ്ങനെ തന്നെ വെച്ചു.
അതേ സെയിം ഇക്വേഷൻ ആണ് ഇവിടെയും വരുന്നത്. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ വീണ്ടും സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. പിന്നെ എന്ത് വന്നു ഇവിടെ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് സീറോസും ഒരു ലാസ്റ്റ് ഒരു 1ഉം ആണല്ലേ. ഇതിപ്പോൾ എന്താ നമ്മൾ പ്രൂവ് ചെയ്ത് വന്നേ മക്കളെ? ഇവിടെ നമ്മൾ എത്തിയത് എന്തിലേക്കാ? എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ നമ്മൾ ചെയ്തു, നമ്മൾ എത്തിയത് ഇങ്ങനെയാണ്, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് എക്സ് വൈ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കേ. എഫ് ഓഫ് എക്സ് എന്ന് തന്നപ്പോൾ കോസ് എക്സ് ആയിരുന്നു, എഫ് ഓഫ് വൈ എന്ന് തന്നപ്പോൾ കോസ് വൈ ആയിരുന്നു, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് വന്നു? എക്സ് പ്ലസ് വൈ വന്നു. എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും പകരം നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? എക്സ് പ്ലസ് വൈ ഇട്ട് കൊടുക്കാം. പ്രൊഫൈലേ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ കിട്ടി. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ട് എക്സിന് പകരം എക്സ് പ്ലസ് വൈ ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന ഉത്തരം നമുക്ക് ഇവിടെ എന്തായിട്ട് കിട്ടി? ആൻസർ ആയിട്ട് കിട്ടി. ശരിയല്ലേ? സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ജസ്റ്റ് ആ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഇതിൽ എയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ സ്കെയിലാർ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ അഡീഷനും സബ്ട്രാക്ഷൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 0 0 0 0 1 ആണ്. അപ്പോൾ ഇവിടെ 3/3 മെട്രിക്സ് അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ 3/3 വരുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് യൂസ് ചെയ്യേണ്ടി വരിക. ഒന്ന് ചെയ്ത് നോക്കുക, എന്താണ് ആൻസർ കിട്ടുന്നത് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിന്, അതായത് ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അതായത് നമുക്ക് തന്നിട്ടുള്ളത് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആണെങ്കിൽ ഐ പ്ലസ് എ ഹോൾ ക്യൂബ് മൈനസ് 7a എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മാർക്കിൻ്റെ ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ടത് എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷനാണ്. എന്താണ് എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇതാണ് എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ. അത് വെച്ച് നമ്മൾ ഈ ഐ പ്ലസ് എ ഹോൾ ക്യൂബിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. എന്താ വരിക? ഐ പ്ലസ് എ ഹോൾ ക്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ പ്ലസ് എ ഹോൾ ക്യൂബ്, ഐ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഐ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് 3ia സ്ക്വയർ പ്ലസ് എ ക്യൂബ്. ശരിയല്ലേ? ഈ ഐ ക്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഐ സ്ക്വയർ ഐ ക്യൂബ് ഐ റേസ്റ്റ് 4 ഒക്കെ എന്ത് തന്നെയാണ്? ഐ തന്നെയാണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഓർത്തിരിക്കുക, ഐയുടെ റേസ്റ്റ് എന്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ് കിട്ടുക. നിങ്ങളൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 1 0 0 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, സെയിം മെട്രിക്സ് ആണ് കിട്ടുക. അപ്പോൾ ഐയുടെ പവറായിട്ട് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞപ്പോൾ 1 എടുക്കുമ്പോഴേ 1 റേസ്റ്റ് നമ്മളൊരു 4 എടുത്താലും 5 എടുത്താലും ഒക്കെ 1 അല്ലേ വരിക. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ 1 ആണ്, അല്ലെങ്കിൽ നമ്മുടെ നോർമലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള 1 ആണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഐ വരും. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? ഐ ഇൻറ്റു എ ചെയ്താലും എ ഇൻറ്റു ഐ ചെയ്താലും എ തന്നെയാണ് കിട്ടുക എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ 3 ഇൻറ്റു ഐ സ്ക്വയർ എന്ത് വരും? ഐ തന്നെ വരും. ഐ ഇൻറ്റു എ ചെയ്താൽ എന്ത് വരും? എ തന്നെ വരും. അപ്പോൾ ഇതെന്ത് കിട്ടും? നമുക്കിവിടെ 3a എന്ന് കിട്ടും അല്ലേ? ഐ പ്ലസ് 3a എന്ന് കിട്ടും. വീണ്ടും എ സ്ക്വയർ എന്താണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പോൾ എ ഇൻറ്റു ഐ എ തന്നെയാണ്. അപ്പോൾ ഇതും എന്ത് തന്നെയാവും? 3a തന്നെയാവും. ഇനി എ ക്യൂബ്, എ ക്യൂബ് നോക്കും മക്കളെ. എ ക്യൂബിന് നമുക്ക് എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതിക്കൂടെ? എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാം. എ സ്ക്വയർ എന്താണ്? എ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എ ഇൻറ്റു എ എന്ന് എഴുതാം. അപ്പോൾ വീണ്ടും ഇതെന്തായി? എ സ്ക്വയർ ആയി. എ സ്ക്വയർ എന്താണ്? എ ആണ്. അപ്പോൾ നമുക്ക് എ ക്യൂബ് എന്ന് പറഞ്ഞാലും എ ആണെന്ന് തന്നെ കിട്ടും അല്ലേ? എ ക്യൂബും എ ആണെന്ന് കിട്ടും. അപ്പോൾ ഇതിന് പകരവും ഞാൻ എന്ത് എഴുതി? എ ആണെന്ന് എഴുതി. അപ്പോൾ ഐ പ്ലസ് എ ഹോൾ ക്യൂബ് നമുക്ക് കിട്ടി. ഐ പ്ലസ് എ ഹോൾ ക്യൂബ് മൈനസ് 7a ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സാധനത്തിൽ നിന്ന് 7a കുറയ്ക്കണം. ശരിയല്ലേ? അപ്പോൾ നോക്കി ഇതൊന്ന് മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ പ്ലസ് 3a 1a 7a ഉണ്ട് അല്ലേ? ഐ പ്ലസ് 7a മൈനസ് 7a ആൻസർ എന്ത് വരും മക്കളെ? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും ആൻസർ വരിക. സിമ്പിളാണല്ലേ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ജസ്റ്റ് ആ എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ എന്താണെന്ന് അറിയണം. ഐ ഇൻറ്റു ഐ അല്ലെങ്കിൽ ഐ ക്യൂബ് ഒക്കെ ചെയ്താൽ ഐ ആണെന്ന് അറിയണം. എ സ്ക്വയർ ആണെന്ന് തന്നത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്ക്. ഇനി ഒരു നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് എടുക്കുന്നത്? എന്താണ് ട്രാൻസ്പോസ്? വെരി സിമ്പിൾ. അതായത് ഇപ്പം ഞാനൊരു മെട്രിക്സ് എ എന്ന് പറയുന്നത് എടുത്തു. എ ബി
CD02. ഇതാണ് എൻ്റെ എ. എയുടെ ട്രാൻസ്പോസ് നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എ ഡാഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ടി എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കോളം ആയിട്ടുള്ളതിനെ റോ ആയിട്ട് എഴുതും, റോ ആയിട്ടുള്ളതിനെ കോളം ആയിട്ട് എഴുതും. അത്രയേ ഉള്ളൂ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടലി എഴുതുന്നതിന് നമ്മൾ കുത്തനെ എഴുതണം. ഇവിടെ നിന്ന് എ ബി എന്ന് എഴുതണം, സി ഡി എന്ന് എഴുതണം, 02 എന്ന് എഴുതണം. ഇതാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ റോസിനെയും കോളംസിനെയും മാറ്റി ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പോസ് മെട്രിക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? റോസിനെയും കോളംസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് എന്ത് ഓർഡർ ആയിരുന്നു? 3/2 ഓർഡറുള്ള മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് എന്താവും? 2/3 ഓർഡറുള്ള മെട്രിക്സ് ആവും. അപ്പോൾ ഇൻ ജനറൽ AIJ, എ എന്ന് പറയുന്നത് മെട്രിക്സ് AIJ വിത്ത് ഓർഡർ m/n ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതിൻ്റെ ഓർഡർ എന്തായിരിക്കും മക്കളെ? AJI വിത്ത് n/m ഓർഡർ. ഇത്രയേ ഉള്ളൂ. AJI വിത്ത് n/m ഓർഡർ. എല്ലാം ഒന്ന് തലതിരിച്ചിട്ട മെട്രിക്സ്. അതാണ് ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ്. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്കൊന്ന് ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് നോക്കാം. ഒരു P മെട്രിക്സ് ഈക്വൽ ടു 420193640029. ഇതാണ് എൻ്റെ പി ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു 3/4 ഓർഡറുള്ള മെട്രിക്സ് ആണ്. 3/4. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 4/3 ഓർഡറുള്ള മെട്രിക്സ് ആയിരിക്കും. 4/3 അല്ലേ? വരുന്ന മെട്രിക്സ് നോക്കിയേ, ഈ കുത്തനെയുള്ള സാധനത്തിന് ഇങ്ങനെ എഴുതണം. സോ 4 9 0 2 3 0 0 6 2 1 4 9. ക്ലിയർ ആണോ മക്കളെ? വളരെ സിമ്പിളായിട്ട് ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം അല്ലേ? ഇത്രയേ ഉള്ളൂ ട്രാൻസ്പോസിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എ തന്നെ കിട്ടും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഇവിടെ ഒരു മെട്രിക്സ് കണ്ടുപിടിച്ചില്ലേ? ഇപ്പോൾ ഇവിടെ പി കണ്ടുപിടിച്ചു, പി ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ ട്രാൻസ്പോസ് ഒന്നുകൂടെ കണ്ടുപിടിച്ച് വയ്ക്കുക. എന്താ കിട്ടുക നോക്ക്. ഈ പി ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ഒന്നുകൂടെ കണ്ടുപിടിച്ച് വയ്ക്കേ. അതായത് ഈ റോസിനെ കോളംസിനെ റോ ആക്കി എഴുതണം. അപ്പോൾ 4201 9364 0029. ഇത് ആര് തന്നെയാണ്? തന്ന പി തന്നെയല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് പറയാം പി ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? പി തന്നെ കിട്ടും. ഒറിജിനൽ മെട്രിക്സിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകും. ഇനി ഒരു സ്കേലാർ ഇൻറ്റു ഒരു മെട്രിക്സ്, ഒരു കെ ഇൻറ്റു എ ഹോൾ ട്രാൻസ്പോസ് ആണെങ്കിൽ ആ കെ പുറത്തെടുത്തിട്ട് നമ്മൾ ട്രാൻസ്പോസ് എടുക്കുന്നതും സെയിം ആയിരിക്കും. കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നതും കെ ട്രാൻസ്പോസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആയിരിക്കും. ഓക്കെ. ഇനി എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് നമുക്ക് കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കാം. എപ്പോൾ അഡീഷൻ ആണ് ഇടയിലുള്ള ഓപ്പറേഷൻ എങ്കിൽ എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി, പ്ലസ് ഓർ മൈനസ് വരും കേട്ടോ, പ്ലസ് ഓർ മൈനസ് പ്രശ്നമില്ല. എ പ്ലസ് ഓർ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് ആണെങ്കിൽ എന്ത് വരാം? എ ട്രാൻസ്പോസ് പ്ലസ് ഓർ മൈനസ് ബി ട്രാൻസ്പോസ്. ട്വിസ്റ്റ് വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കേഴ്സർ. ഇവിടെ നമ്മൾ റിവേഴ്സൽ ലോ എന്ന് പറയും. റിവേഴ്സൽ എ ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് അല്ല, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? അവിടെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഓർഡറിലെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? അതുകൊണ്ടാണ് പറഞ്ഞുതരാം. ഇപ്പോൾ എ ബി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് ചെയ്യേണ്ടത്. അതായത് എയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ m/n-ഉം ബിയുടെ ഓർഡർ സം n/p-യും ആയിരിക്കുമല്ലോ. അങ്ങനെയല്ലേ? അങ്ങനെ ആവുമ്പോഴല്ലേ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ n/m-ഉം ബി ട്രാൻസ്പോസിൻ്റെ ഓർഡർ p/n-ഉം ആവും അല്ലേ? അപ്പോൾ നോക്കിക്കേ, ബി ആദ്യം വന്നാലല്ലേ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ ഇവിടെ എന്നും വരുന്നത്. ഗഹനമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ബി ആദ്യം വന്നാലേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുള്ളൂ, ബി ട്രാൻസ്പോസ് ആദ്യം വന്നാൽ. ഓക്കെ, വലിയ കാര്യമായിട്ട് ആലോചിക്കണം എന്നില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. എ ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്, തിരിച്ചല്ല. ഓർത്തിരിക്കുക മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡീഷനും സബ്ട്രാക്ഷനും ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് 2b ഹോൾ ട്രാൻസ്പോസ് ആണ്. നിങ്ങൾക്ക് രണ്ട് രീതിയിലൊക്കെ കണ്ടുപിടിക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എ പ്ലസ് 2b
ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി പഠിച്ചത് പ്രകാരം എങ്ങനെയാണ് എ ട്രാൻസ്പോസ് പ്ലസ് 2 ഇൻറ്റു ബി ട്രാൻസ്പോസ് ആണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എ ട്രാൻസ്പോസ് ഇവിടെ ചെയ്തിട്ട് ബിയുടെ ട്രാൻസ്പോസ് എടുത്തിട്ട് 2 വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടുന്ന് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് പിന്നെ എ പ്ലസ് 2b ചെയ്ത് ട്രാൻസ്പോസ് ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ -1 1 0 2 ആണ്. അപ്പോൾ 2 ടൈംസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലോ -2 2 0 4 വരും. ശരിയല്ലേ. അപ്പോൾ ഇവിടുന്ന് എ ട്രാൻസ്പോസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ കൂടെ ട്രാൻസ്പോസിൻ്റെ കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം -2 3 1 2 പ്ലസ് 2 ടൈംസ് ബി ട്രാൻസ്പോസ് ആഡ് ചെയ്ത് കൊടുക്കുക. -2 2 0 4 ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കൂ, -2 പ്ലസ് -2 -2 പ്ലസ് -2 -4 3 പ്ലസ് 2 5 1 പ്ലസ് 0 1 2 പ്ലസ് 4 6. ഇതായിരിക്കും നമ്മുടെ മെട്രിക്സ്. സിമ്പിൾ അല്ലേ. യെസ്. ഇപ്പം നിങ്ങളിപ്പോൾ അത് അങ്ങനെയല്ല ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് എയുടെ കൂടെ 2b ആഡ് ചെയ്തിട്ട് പിന്നെ ട്രാൻസ്പോസ് എടുത്താലും നിങ്ങൾക്ക് ഇതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. സെയിം മെട്രിക്സ് ആയിരിക്കും. അതാണ് അതിലൊരു ബ്യൂട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയോ. നമ്മളോട് 2024 ഓണ എക്സാമിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നോക്കിയേ, മാർക്ക് കണ്ടോ നിങ്ങൾ. 3 ക്വസ്റ്റ്യനാണ് തന്നേക്കുന്നത്, 2 മെട്രിക്സും ഉണ്ട്. എയും A-2bയും തന്നു, എന്നിട്ട് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞു, 2 മാർക്ക്. ഓക്കെ, എ ട്രാൻസ്പോസ് ഇവിടെ ബി കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസും എ ട്രാൻസ്പോസും കണ്ടുപിടിക്കാൻ 2 മാർക്ക്. അത് കഴിഞ്ഞിട്ട് എ ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസിൻ്റെ എ ട്രാൻസ്പോസ് ആ പ്രോപ്പർട്ടിയിലെ നമ്മൾ പഠിച്ചത് അത് വെരിഫൈ ചെയ്യാൻ 3 മാർക്ക്. ടോട്ടലി 7 മാർക്കിൻ്റെ ചോദ്യമാണ് ഒറ്റ സെക്ഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചതല്ലേ, സിമ്പിളായിട്ട് ആ മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ. നോക്കിയേ, ഇതിൽ നിങ്ങൾക്ക് ബി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ എ നമുക്ക് തന്നു, 2b A-2b ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം A-2b = 5 - 3 - 2 - 1 അല്ലേ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. എ പ്ലസ് ഈ മെട്രിക്സിന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുക കേട്ടോ. എ പ്ലസ് അല്ല മൈനസ് വരും, ഇവിടെ പ്ലസ് മെട്രിക്സ് അല്ലേ, അപ്പോൾ ഇവിടെ മൈനസ് വരും. A - 5 - 3 - 2 - 1 = 2b എന്ന് കിട്ടും. ഞാൻ ഈ 2bനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി മെട്രിക്സിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എന്താ വരണ്ടേ, എ എന്ന് പറഞ്ഞ മെട്രിക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. എ എന്ന് പറയുന്ന മെട്രിക്സിന് പകരം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 - 6 1 2. ഇതാണ് 2b അല്ലേ. അപ്പോൾ ബി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1/2 ഇൻറ്റു ഇതെന്ന് പറഞ്ഞ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. സോ ബി = 1/2 ഇൻറ്റു അതൊന്ന് സബ്ട്രാക്ട് ചെയ്തേ, A മൈനസ് എന്ന് പറഞ്ഞ് ചെയ്തേ. 2 - 5 2 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -3 വരും. -6 - -3 എന്ന് പറഞ്ഞാൽ -6 - -3 എന്ന് പറഞ്ഞാൽ -6 + 3 ആണ്, -3 വരും. ഇനി 1 - -2 എന്ന് പറഞ്ഞാൽ എത്ര വരും, അതും 3 തന്നെ വരും. ഇനി 2 - -1 എന്ന് പറഞ്ഞാൽ അതും 3 തന്നെ വരും. അപ്പോൾ ബി എന്താണ്, -3/2 -3/2 3/2 3/2 ആണ് ബി വരിക. ശരിയല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുക, ബി കണ്ടുപിടിച്ചു. ഇനി എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് എന്താ വരിക, 2 1 -6 2. ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ 2 മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അത് ഞാൻ ഇവിടെ തന്നെ ചെയ്യാണ്. 2 മൾട്ടിപ്ലൈ ചെയ്താൽ 2 2 2 2. ട്രാൻസ്പോസ് എടുത്തേ മക്കളെ, -3/2 3/2 -3/2 3/2. ഇതാണ് ബി ട്രാൻസ്പോസ്. ഇനി ചെയ്യേണ്ടത് എന്താണ്, എ ബി ഹോൾ ട്രാൻസ്പോസ് എടുക്കുക, അത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു സൈഡ് ചെയ്യാം, നിങ്ങൾ മറ്റേ സൈഡ് ചെക്ക് ചെയ്തിട്ട് സെയിം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, എ ബി ഹോൾ ട്രാൻസ്പോസ് എ ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താ വരിക, ഇതാണ് എ അല്ല ഇതാണ് എ ഇതാണ് ബി അല്ലേ. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയേ, 2 ഇൻറ്റു -3/2 അപ്പം -3 വരും അല്ലേ, -3 പ്ലസ് ഇതാണ് ഫസ്റ്റ് റോ ഇതാണ് ഫസ്റ്റ് കോളം കേട്ടോ, മാറിപ്പോവരുത്. -6 ഇൻറ്റു 3/2
6ഉം 2ഉം നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ -3 വരും. -3 ഇൻറ്റു -3 -9 വരും. -9. ഓക്കെ, ഇനി അതേ റോ അത് തന്നെ, കോളം മാറ്റുക. സെയിം അല്ലേ നമുക്ക് വാല്യൂ വരിക, കാരണം ഇവിടെ -3/2 ആണ്, ഇവിടെ മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? -12 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ -12 വരും, മാറ്റങ്ങളൊന്നും വരാനില്ല അല്ലേ? ഓക്കെ, ഇനി ഇത് നോക്കിയേ, ഈ റോ വെച്ചിട്ട് നമ്മൾ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ 1 ഇൻറ്റു -3/2 -3/2 പ്ലസ് 2 ഇൻറ്റു 3/2 2 വരും. അപ്പോൾ -3/2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ -3 പ്ലസ് 3 ഇൻറ്റു 2 6 വരും, 2 വരും, അതായത് 3/2 തന്നെ വരും. ഇവിടെയും 3/2 വരും, ഇവിടെയും 3/2 വരും. ഇതിന് ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വരും? AB ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -12 3/2 -12 3/2. ഇതായിരിക്കും AB ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, ഇനി B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ചെയ്താലും അത് തന്നെയാണ് കിട്ടേണ്ടത് അല്ലേ? അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക, B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്താണ് വരുന്നത് എന്നുള്ളത്. സെയിം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഫിനിഷ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, മെട്രിക്സിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോസ് എടുക്കാൻ പഠിച്ചല്ലോ. ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒറിജിനൽ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഈ മെട്രിക്സ് നോക്കാം. ഇതിന് ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കിയേ. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? √3 2 3, അതായത് അതിനെ നമ്മൾ റോ ആക്കി എഴുതുമ്പോൾ √3 2 3. ഇതിനെയും റോ ആക്കി എഴുതുമ്പോൾ 2 -1.5 -1 3 -1 1. രണ്ട് മെട്രിക്സും സെയിം അല്ലേ? A ട്രാൻസ്പോസും Aയും ഈക്വൽ ആയിട്ട് വരുന്ന കേസസിലാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് A ട്രാൻസ്പോസ് ഈക്വൽ ടു A, ഇതാണ് കേസ് വരുന്നത്. A ട്രാൻസ്പോസ് ഈക്വൽ ടു A ആവുന്ന കേസിലാണ് നമ്മൾ മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? A ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ -A വരുന്ന കേസിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്. A ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് A ആ വരും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിന്റെ B ആണ്. ബിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 -E -F E 0 -G F G 0. ഇത് ഞാൻ ട്രാൻസ്പോസ് എടുത്ത മെട്രിക്സാണ്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇവിടെ E ഉണ്ട്, ഇവിടെ -E ഉണ്ട്, ഇവിടെ F ഉണ്ട്, ഇവിടെ -F ഉണ്ട്, E -E. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ട് വരുന്ന കേസസിലൊക്കെ ഇവിടെ നെഗറ്റീവ് ആയിട്ട് വരുന്നു. അപ്പോൾ ട്രാൻസ്പോസ് എടുത്തപ്പം മെട്രിക്സ് മൊത്തത്തിൽ നെഗറ്റീവ് ആയി എന്നുള്ളതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത. ക്ലിയർ ആയല്ലോ? സിമെട്രിക് ആവാന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതേ മെട്രിക്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഒറിജിനൽ മെട്രിക്സിന് നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. വളരെ സിമ്പിൾ അല്ലേ? ഇനി ഈ സിമെട്രിക് മെട്രിക്സിനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡയഗണൽ എൻട്രീസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡയഗണൽ എൻട്രീസിന്റെ രണ്ട് സൈഡും വരുന്ന എലമെന്റ്സ് കണ്ടോ? സെയിം ആയിരിക്കും. 2 2. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3, ഇവിടെ -1 ആണെങ്കിൽ ഇവിടെയും -1. അപ്പോൾ ഈ പൊസിഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നോക്കിക്കേ, ഇത് ഏത് പൊസിഷനിൽ വരുന്ന എലമെന്റ്സ് ഒക്കെയാണ് ഈ 2ഉം 3ഉം ഒക്കെ വരുന്നത്? അപ്പോൾ നോക്ക്, ഇതിന്റെ പൊസിഷൻ ഏതാ വരുന്നത്? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ A2 1 ആണ് 2 അല്ലേ? ഇവിടുത്തെ 2 ഏതാ? ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ, അതായത് A12 ആണ് 2 എന്ന് വരുന്നത്. A21 2 ആണ്, A12 2 ആണ്. ഇനിയിപ്പോൾ ഈ -1 -1 എടുത്തു കഴിഞ്ഞാൽ പൊസിഷൻ നോക്കിക്കേ. ഇതിന്റെ പൊസിഷൻ തേർഡ് റോയിൽ സെക്കൻഡ് കോളം അല്ലേ? തേർഡ് റോയിൽ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ആണ് -1. ഈ -1 നോക്കുകയാണെങ്കിലോ സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിൽ, അതായത് A23 -1 ആണ്. ഇപ്പം ജനറലി നമുക്ക് എന്ത് പറയാം? മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ Aijയും Ajയും ഈക്വൽ ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഐയും ജെയും ഈക്വൽ ആയിരിക്കില്ല. ഐയും ജെയും ഈക്വൽ ആവെന്ന് പറഞ്ഞാൽ എന്താ വരിക? ഡയഗണൽ എൻട്രീസ് ആണ് അല്ലേ? A11 A22 A33. അപ്പോൾ ഡയഗണൽ എൻട്രീസിൽ ഒഴികെയുള്ള ബാക്കി I = J ആവാത്ത കേസസിലൊക്കെ Aij = Aj ആവും. എപ്പോൾ? സിമെട്രിക് മെട്രിക്സ് ആവുമ്പം. അപ്പം അങ്ങനെയാണെങ്കിൽ സ്ക്യൂ സിമെട്രിക്കിൽ നമുക്ക് ഇതേ കേസ് എങ്ങനെ പറയാം? ഇവിടെ നോക്കിക്കേ, പൊസിഷൻ എന്താ? A12 എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് A21 ആണ് അല്ലേ? അപ്പം അവിടെ പറഞ്ഞ കേസിലെ Aij = Aj പറയാം, പക്ഷെ ഒരു നെഗറ്റീവ് മുന്നിലുണ്ടാവണമെന്ന് മാത്രം. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എൻട്രീസ് എന്തായിരിക്കും? 0 ആയിരിക്കും ഫോർ ഓൾ I.
AII എന്ന് പറയുന്ന എലമെൻ്റ് ഒക്കെ 0 ആയിരിക്കും എല്ലാ ഐകൾക്കും. ഡയഗണൽ എൻട്രീസ് 0 ആയിരിക്കും. ആർക്ക്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എൻട്രീസ് എപ്പോഴും 0 ആയിരിക്കും. ഡയഗണലിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് സൈഡിലുമുള്ള എലമെൻസിൻ്റെ പ്രത്യേകത എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെൻസിന് നെഗറ്റീവ് ആയിരിക്കും രണ്ട് സൈഡിലും ഉണ്ടാവുക. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും മനസ്സിലായല്ലോ. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുത്താവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. നോക്കാം, ഇതിനൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കാണിക്കണം. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ടു ഷോ A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് A. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് A ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് A ട്രാൻസ്പോസ് എടുത്ത് നോക്ക്. A ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ 0 - 1 1 1 0 - 1 -1 1 0. ഓക്കെ, ഇനി ഒന്ന് എയുമായിട്ട് കമ്പയർ ചെയ്ത് ഇവിടെ 1 ഉണ്ട്, -1 ഉണ്ട്, -1 ഉണ്ട്, 1 ഉണ്ട്, -1 ഉണ്ട്, 1 ഉണ്ട് അല്ലേ? പിന്നെ ഡയഗണൽ എൻട്രീസ് ഒക്കെ 0 ആണ്. അപ്പോൾ ഇതെന്തായി? -A ആണ്. അപ്പോൾ സ്ക്യൂ സിമെട്രിക് ആണ്. വളരെ സിമ്പിൾ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണെന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണേ. വാല്യൂ ഓഫ് കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സച്ച് ദാറ്റ് ദ മെട്രിക്സ് ഇസ് സിമെട്രിക്. ഈ മെട്രിക്സ് സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ കെയിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചേ. മക്കളെ ഒരു കാര്യം പറയാം, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. അതായത് സിമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താ? AIJ ഈക്വൽ ടു AJI ആവണം. ശരിയല്ലേ? അപ്പോൾ എന്താവണം? ഇവിടെയുള്ള എലമെൻറ്റും ഇവിടെയുള്ള എലമെൻറ്റും സെയിം ആയിരിക്കണം സിമെട്രിക്കിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? K ഈക്വൽ ടു -K എന്ന് കിട്ടും. K ഈക്വൽ ടു -K. 5 ഈക്വൽ ടു -5 ആണോ? 4 ഈക്വൽ ടു -4 ആണോ? അല്ല. ഇത് എപ്പോഴാണ് ഈക്വൽ ആവുക? ഒരു നമ്പർ അതിൻ്റെ നെഗറ്റീവിനോട് ഈക്വൽ ആവണമെങ്കിൽ ആ നമ്പർ എന്തായിരിക്കണം മക്കളെ? 0 ആയിരിക്കണം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പറയാം K എന്ന് പറയുന്നത് 0 ആണ്. K ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമേ ഇത് സിമെട്രിക് ആവുള്ളൂ. അല്ലാണ്ട് കെയിൻ്റെ നെഗറ്റീവ് K ആവുന്ന എലമെൻ്റ് ഉണ്ടോ? അങ്ങനെ എലമെൻ്റ് ഇല്ല. അപ്പോൾ K 0 ആകുമ്പോൾ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോക്കാം? ട്രാൻസ്പോസ് എടുത്ത് നോക്കാം അല്ലേ? അതായത് 1K - K 1 എന്നുള്ളതാണ് A. ഇതാണ് A. Aയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 - K K 1 വരും അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഈ എലമെൻറ്റ്സ് K ഈക്വൽ ടു -K ആയിരിക്കണം. അതുകൊണ്ട് ഈക്വൽ ടു 0 ആണെന്നും പറയാം. അല്ലെങ്കിൽ ഈ AIJ AJA കണ്ടീഷൻ യൂസ് ചെയ്താലും മതി. ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ടും സെയിം തന്നെയാണ്, കൺസെപ്റ്റ് വൈസ് സെയിം ആണ് മക്കളെ. പക്ഷേ ചെയ്യുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് മെട്രിക്സ് ട്രാൻസ്പോസ് എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ AIJ AJI എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. നമ്മൾ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു തിയറമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പ്രോബ്ലം വരുന്ന ഒരു തിയറമാണ്. നിങ്ങൾ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും, നോട്ട് ദ പോയിന്റ്, ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും A + A ട്രാൻസ്പോസ് എപ്പോഴും സിമെട്രിക്കും A - A ട്രാൻസ്പോസ് എപ്പോഴും സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. എന്താ പറഞ്ഞേക്കുന്നത്? ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും എയുടെ കൂടെ അതിൻ്റെ തന്നെ ട്രാൻസ്പോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിമെട്രിക് മെട്രിക്സ് ആവുകയും എയിൽ നിന്ന് എയുടെ തന്നെ ട്രാൻസ്പോസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആവുകയും ചെയ്യും. സംശയമുണ്ടോ? നമുക്ക് ചെയ്ത് നോക്കാം. അല്ല, ഒന്ന് പ്രൂഫ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ A + A ട്രാൻസ്പോസ് സിമെട്രിക് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരു മെട്രിക്സ് സിമെട്രിക് ആവണമെങ്കിൽ എന്താ വേണ്ടേ? അതിൻ്റെ ട്രാൻസ്പോസ് അത് തന്നെ ആവണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് നമുക്കൊരു B എന്ന് എടുക്കാം. അപ്പം നമുക്ക് കാണിക്കേണ്ടത് ടു ഷോ എന്താ കാണിക്കേണ്ടത്? B ട്രാൻസ്പോസ് B തന്നെയാണ് എന്നാണ് കാണിക്കേണ്ടത്. ശരിയല്ലേ? B ട്രാൻസ്പോസ് B തന്നെയാണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ B ട്രാൻസ്പോസ് എന്താ? B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ A + A ട്രാൻസ്പോസിൻ്റെ ഹോൾ ട്രാൻസ്പോസ്. നമുക്ക് ട്രാൻസ്പോസിൻ്റെ ഒരു പ്രോപ്പർട്ടി അറിയാലോ. A + B ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ട്രാൻസ്പോസ് ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയേ, A ട്രാൻസ്പോസ് + A ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എന്താ? A തന്നെയല്ലേ? ഇതെന്ത് തന്നെയാ? B തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടി? B ട്രാൻസ്പോസ് ഈക്വൽ ടു B എന്ന് കിട്ടി. സംശയം മാറിയോ? അപ്പോൾ നമ്മൾ ഏത് സ്ക്വയർ മെട്രിക്സ് എടുത്താലും A + A ട്രാൻസ്പോസ് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. നമുക്ക് മറ്റേ സ്ക്യൂ സിമെട്രിയും കൂടെ ഒന്ന് നോക്കാം. A അല്ലല്ലോ, A മൈനസ് അല്ലേ? -A ട്രാൻസ്പോസിനെ നമുക്കൊരു C എന്ന് എടുക്കാം. ഇപ്പം എന്താ കാണിക്കേണ്ടത് ഇവിടെ? ടു ഷോ C ട്രാൻസ്പോസ് ഈക്വൽ ടു -C. C ട്രാൻസ്പോസ് -C ആകുമ്പോഴാണ് A - A ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആവുന്നത് അല്ലേ? അപ്പം നോക്കിയേ, ഇവിടെ C ട്രാൻസ്പോസ് എടുക്കുക. C ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? A - A ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. അപ്പോൾ A ട്രാൻസ്പോസ് - A ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് മൈനസ് ഇതെന്താവും? A ആവും അല്ലേ?
എ ട്രാൻസ്പോസ് മൈനസ് എ. നമ്മുടെ സി ശരിക്കും എന്താ? എ മൈനസ് എ ട്രാൻസ്പോസ്. ഇതിന്ന് ഒരു നെഗറ്റീവ് പുറത്തെടുത്താൽ എന്താവും? എ മൈനസ് എ ട്രാൻസ്പോസ്. ആഹാ, എ മൈനസ് എ ട്രാൻസ്പോസ് പറഞ്ഞാൽ സി, പുള്ളി നെഗറ്റീവ്. അപ്പോൾ സിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവ് സി കിട്ടുവാണെങ്കിൽ സി ആരാണ്? എന്ത് മെട്രിക്സ് ആണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സോ മക്കളെ, നമ്മൾ പ്രൂവ് ചെയ്തു ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഇത് വെച്ച് നമുക്ക് ഇനിയും ഒരു കാര്യം ചെയ്യാനുണ്ട്. അടുത്ത തിയറം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും അതിന് നമുക്കൊരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചില്ലേ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണ്? സിമെട്രിക് ആണ്. എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനെ ഒരു സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ എടുത്തു. നമുക്കറിയാം എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണ്? സിമെട്രിക് ആണ് അല്ലേ? എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ് അല്ലേ? അപ്പോൾ രണ്ടും കൂടെ ഇങ്ങനൊരു ഹാഫ് ഇട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മെട്രിക്സ് എനെ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു? ഒരു സിമെട്രിക്കിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ കാണിക്കും, നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, ഒരു മെട്രിക്സ് വരും, ഇതിനൊരു സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളിരുന്ന് വേറെ നമ്പർ ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക, അവിടെ എടുത്ത് വെക്കുക. ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് അതിൽ നിന്ന് കുറയ്ക്കുക, അതും അവിടെ എടുത്ത് വെക്കുക. എന്നിട്ട് ബൈ 2 ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. വെരി സിമ്പിൾ, അതേ മെട്രിക്സ് കിട്ടും. സംഭവം മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കിയേ, കൺസ്ട്രക്ട് 2x2 മെട്രിക്സ് വേർ Aij ഈസ് ഗിവൺ. നമ്മൾ ആദ്യം ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, മെട്രിക്സ് ഉണ്ടാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? എയിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലേ? എല്ലാം നമ്മുടെ പ്രോഡക്റ്റ് ആവും. നമ്മൾ തന്നെ മെട്രിക്സ് ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ സംഭവം കണ്ടുപിടിക്കുന്നു. യെസ്, തന്നിരിക്കുന്ന മെട്രിക്സ് നോക്കിയേ. എ എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണ് അല്ലേ? 2x2 മെട്രിക്സ് ആകുമ്പോൾ A11 A12 A21 A22. അപ്പം A11 എല്ലാം ഓരോന്നും നമുക്ക് അറിയാലോ. ജസ്റ്റ് ഒന്ന് റിലേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എലമെൻറ്റും കൃത്യമായിട്ട് കിട്ടും. 2y + j ആണ് എന്ത് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. അപ്പോൾ A11 എന്ന് പറഞ്ഞാൽ ഐയും 1 ജെയും 1, അപ്പോൾ 2 + 1 3 വരും. A12 എന്ന് പറഞ്ഞാൽ 2 + 2 4 വരും അല്ലേ? 21 എന്ന് പറഞ്ഞാൽ 2 × 2 4 + 1 5. ഓക്കെ, പിന്നെ 2 × 2 4 + 2 6. ഇതായിരിക്കും നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്തു പോയത് കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുകൊണ്ടാണ്. ഇതിനെയാണ് നമ്മളോട് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആയിട്ട് എഴുതാൻ പറഞ്ഞത്. എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് വയ്ക്കാം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? 3 5 4 6. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ത് വരും? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 3 + 3 6 4 + 5 9 5 + 4 9 6 + 6 12. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ത് വരും? എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്ത് നോക്കിയേ. 3 - 3 0 4 - 5 -1 5 - 4 1 6 - 6 0. എടാ, ഇത് നോക്കിയാൽ സിമെട്രിക് അല്ലേ? ഇത് ഡയഗണൽ എൻട്രീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ രണ്ടും ഇത് സെയിം ആണ്. അപ്പോൾ ഇത് സിമെട്രിക് ആയി. ഇത് ഡയഗണൽ എൻട്രീസ് 0 ആണ്, ഡയഗണൽ എൻട്രീസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് നെഗറ്റീവ് ആണ്. സ്ക്യൂ സിമെട്രിക് അല്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 1/2 × 6 9 9 12 പ്ലസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 1/2 കോമൺ ആയിട്ട് പുറത്തെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ കോമൺ എടുത്താലും മതി. പ്ലസ് 0 - 1 1 0 1 0. ഓക്കെ, അപ്പോൾ അതായത് 1/2 × ആഡ് ചെയ്തേ 6 + 0 0 6 + 0 6 9 + -1 8 9 + 1 10 12 + 0 12. ഇതിനൊന്നും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 4 5 6. ഇത് എന്ത് തന്നെയാണ് മക്കളെ? ഇത് എന്ത് തന്നെയാ? ഈ തന്നെയാണ് 3 4 5 6 എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ്. കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഇതാ 2
സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സമ്മായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചെയ്തു നോക്കേണ്ടത്. ഓക്കെ, ചിലപ്പോൾ തരുന്നത് ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും. സെയിം പ്രൊസീജിയറാണ്, ഒന്നും നോക്കാനില്ല. ഓക്കെ, എളുപ്പമല്ലേ? ഇനി നമ്മൾ ഈ ചാപ്റ്ററിലുള്ള ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് വരുന്നത്, ഇൻവേർട്ടിബിൾ മെട്രിക്സ്. എന്താണ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2 മെട്രിക്സ് ഉണ്ട്. ഈ 2 മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. അതായത് ഏത് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആയിരിക്കും അല്ലേ? അതേ ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് ആണ് ബി എന്നുണ്ടെങ്കിൽ, ഈ 2 മെട്രിക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ബിനെ നമ്മൾ എന്ത് പറയും? എയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയും. 2 മെട്രിക്സ് ഉണ്ട്, ആ 2 മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. ഇപ്പം നമ്മൾ 5 × 1/5 ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ 5ന് എന്ത് പറയും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. ശരിയല്ല? അതുപോലെ തന്നെ എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ ബിനെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയും. അങ്ങനെ എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല മക്കളെ. എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻവേർട്ടിബിൾ. ഇനി എപ്പോഴാണ് മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്റർ ഡിറ്റർമിനൻസിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. എ ഇൻറ്റു ബി അല്ലെങ്കിൽ ബി ഇൻറ്റു എ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ ബി നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയും. തിരിച്ചും പറയും, എ നമ്മൾ ഇൻവേർട്ടിബിൾ ആണ് എന്നും പറയും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 2 മെട്രിക്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എ ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 4 പ്ലസ് 3 × 1 മൈനസ് 3 × -1 3 2 × -3 -6 പ്ലസ് 6. ഇനി 1 × 2 2 പ്ലസ് -2 3 × -3 പ്ലസ് 4. അപ്പം എന്താ ആൻസർ വരുന്നത്? 1 0 0 1. ഇത് ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ഈ മെട്രിക്സ് ബി എന്ന് പറയുന്നത് ഈ മെട്രിക്സ് എയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയാം. മെട്രിക്സ് എയുടെ ഇൻവേഴ്സ് ആണ് ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് എക്ക് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും, ഒരൊറ്റ ആളെ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ 5 × 1/5 ചെയ്യുമ്പം 5 × 1/4 3 2 ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. 5 × 1/5 ചെയ്താൽ മാത്രമേ നമുക്ക് 1 കിട്ടുള്ളൂ അല്ലേ? അതൊരു യുണീക്ക് എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഐ കിട്ടുന്നെങ്കിൽ ആ ഒരു ബി എന്ന് പറയുന്നത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു യുണീക്ക് ആയിട്ടുള്ള ഇതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ട്രാൻസ്പോസ് പഠിച്ചപ്പോൾ പഠിച്ചില്ലായിരുന്നോ? എ ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണെന്ന്. സെയിം കണ്ടീഷനാണ് ഇൻവേഴ്സിന് വരുന്നത്. എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. എ ഇൻറ്റു ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് നോക്കിക്കേ, ഈ ഒരു ചോദ്യം കൂടെ ചെയ്താൽ നമുക്ക് നമ്മുടെ മെട്രിക്സിനെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ, ഈ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുക. എന്നിട്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതി. നേരത്തെ ഞാനൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു 3/3. അതുപോലെ ചെയ്താൽ മതി. എക്ക് പകരം ഇതിട്ട് കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് 0 0 മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അടുത്തത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. എ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താ തന്നിരിക്കുന്ന? ഇക്വേഷൻ എന്താ? a² - 4a + i = 0 ഉണ്ട്. ശ്രദ്ധിക്കണേ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മൊത്തത്തിൽ ഈ ഒരു മെട്രിക്സിനെ ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു എ ഇൻവേഴ്സ് കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. a² ഞാൻ a ഇൻറ്റു എ ഇൻവേഴ്സും കൂടെ വരുമ്പോൾ എ ഇൻവേഴ്സ് വരും മൈനസ് 4 × a × a ഇൻവേഴ്സ് പ്ലസ് i × a ഇൻവേഴ്സ് = 0 × a ഇൻവേഴ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു a × b = i ആണെങ്കിൽ b നമ്മൾ എന്താ പറയുക? എയുടെ ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ബിക്ക് പകരം ഞാൻ എന്തിട്ടു? a × a ഇൻവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? i ആണ് കിട്ടുക. അത് നമ്മൾ നോർമലി നേരത്തെ പറഞ്ഞത് ബിക്ക് പകരം എ ഇൻവേഴ്സ് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ a × a ഇൻവേഴ്സ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? i ആണ് കിട്ടുക. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് മെട്രിക്സിൻ്റെ അസോസിയേറ്റിവിറ്റി പഠിച്ചത് ഓർമ്മയുണ്ടോ? 3 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡർ മാറ്റി ഇങ്ങനെ ബ്രാക്കറ്റ് മാറ്റി ഇടാൻ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അത് ഞാനിവിടെ ചെയ്യുകയാണേ. അപ്പോൾ a × a ഇൻവേഴ്സ് എന്താണ്? i ആണ്. a × i മൈനസ് a × a ഇൻവേഴ്സ് എന്താണ്? വീണ്ടും i ആണ്. 4 × i പ്ലസ്
ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ ഐ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അപ്പോൾ എ ഇൻവേഴ്സ് സീറോയുടെ കൂടെ എന്ത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താലും സീറോ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ടേം കിട്ടി. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ടേം കിട്ടി. നമുക്കതല്ലേ വേണ്ടത്. അപ്പോൾ നിങ്ങൾ എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞതിനെ എല്ലാം ഒന്ന് മാറ്റി എഴുതാം. എ ഇൻവേഴ്സ് ഈക്വൽ ടു 4i മൈനസ് എ. എ ഐ എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. 4i മൈനസ് എ. അപ്പോൾ എ ഇൻവേഴ്സ് ഈക്വൽ ടു 4i എന്ന് പറഞ്ഞാൽ 1001 നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. മൈനസ് എ എന്ന് പറഞ്ഞാൽ 2 3 1 2 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ഷൻ ചെയ്താൽ മതി, ആൻസർ കിട്ടും. 4 മൈനസ് 2 2, 0 മൈനസ് 3 മൈനസ് 3, 0 മൈനസ് 1 മൈനസ് 1, 4 മൈനസ് 2 2. ഇതായിരിക്കും എയുടെ ഇൻവേഴ്സ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രൊസീജിയറാണ് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത്. സ്റ്റാർ പ്രൊസീജിയറാണ് എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇവിടുന്ന് എ സ്ക്വയറിനെ മാറ്റി എഴുതി എ ഇൻവേഴ്സിൻ്റെ ടേംസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് എ ഇൻവേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ശരിക്കും ഈ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്കുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തവണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രോബ്ലംസ് വർക്കൗട്ട് ആയിട്ട് ഇട്ട പ്രോബ്ലംസ് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കുക. നല്ല മാർക്സൊക്കെ വാങ്ങി ഉഷാറായിട്ട് വരിക. ബൈ.